നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വെൽഫെയർ പാർട്ടി. കൂടുതൽ സീറ്റുള്ള കക്ഷിയായി കോൺഗ്രസ് വരണമെന്നാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. SDP പിന്തുണ കിട്ടി കോൺഗ്രസ് ഇപ്പോൾ തന്നെ പ്രതിസന്ധിയിലാണ്. അതിനു പിന്നാലെയാണ് ആവശ്യപ്പെടാത്ത അടുത്ത പിന്തുണ. കോൺഗ്രസ് ആരോടും പിന്തുണ ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് തടി തപ്പാനാകുമോ ഇത്തവണ നേതാക്കൾക്ക്? ഇതൊക്കെ BJP തെരഞ്ഞെടുപ്പായുധമാക്കും എന്നതും തർക്കമില്ലാത്ത കാര്യം. എന്നാൽ ന്യൂനപക്ഷ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന പാർട്ടികൾ കോൺഗ്രസിന് നൽകുന്ന പരസ്യ പിന്തുണയുടെ സൂചന എന്താണ്? BJPയെ എതിർക്കുന്ന ന്യൂനപക്ഷ വികാരം UDFന് ഒപ്പമാണ് എന്നാണോ? BJPയെ എതിർക്കുന്നവരുടെ വോട്ടുകൾ ലക്ഷ്യമിടുന്ന LDFന് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. BJP വിരുദ്ധ വോട്ടുകൾ UDFനൊപ്പം. എന്നോടൊപ്പം ചേരുന്നു അതിഥികൾ. ശ്രീ VN അനൂപ്, കോൺഗ്രസ് പ്രതിനിധി, ഒപ്പം ഷംസീർ ഇബ്രാഹിം, വെൽഫെയർ പാർട്ടിയിൽ നിന്ന്, M ജയചന്ദ്രൻ, ആലപ്പുഴ സ്റ്റുഡിയോയിൽ നിന്ന് നമുക്കൊപ്പം ചേരും, ഇടത് സഹയാത്രികൻ, ഒപ്പം BJP പ്രതിനിധി ശങ്കുട്ടി ദാസും ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ VR അനൂപിലേക്ക്. അനൂപ്, ഈ നിങ്ങൾ വോട്ട് ചോദിക്കുന്നില്ല, നിങ്ങൾ പിന്തുണ ചോദിക്കുന്നില്ല, പക്ഷേ ഇതൊക്കെ പിന്തുണയായി വരുന്നു. ഇത് ഒരു നേട്ടമായി കാണുന്നത് ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് കണക്കാക്കുന്നുണ്ടോ? SDPIക്ക് പുറകെ വെൽഫെയർ പാർട്ടിയും നൽകുന്ന പിന്തുണയെ എത്ര ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് കോൺഗ്രസ്? ത്തിൽ തന്നെ പറഞ്ഞ ചില കൺക്ലൂഷൻസ് ഉണ്ട്. കോൺഗ്രസ് പ്രതിസന്ധിയിലാണ്, കോൺഗ്രസ് തടി തപ്പാൻ നിൽക്കുന്നു. ഇതൊക്കെ വളരെ അത്ഭുതകരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രതിസന്ധിയുടെ യാതൊരു വിധത്തിലുള്ള സാഹചര്യമില്ല. വെൽഫെയർ പാർട്ടി കോൺഗ്രസിനെ പിന്തുണ പ്രഖ്യാപിച്ചു എന്നത് വലിയ പുതിയ കാര്യമൊന്നുമല്ല. 2019 കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച കൺവെൻഷനുകൾ അടക്കം അറിയാലോ. അതിനുശേഷം മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രസംഗം നമ്മൾ ഓർക്കുന്നതല്ലേ? അല്ല, ഞാനൊന്ന് പറയട്ടെ, ഞാനൊന്ന് പറഞ്ഞ് പൂർത്തീകരിച്ചോട്ടെ, നിങ്ങൾക്ക് പറയാം. അതിനു മുൻപ് വെൽഫെയർ പാർട്ടിയെ ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത് അതൊരു വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടിയാണ്. അത് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് BJPയും കോൺഗ്രസും ഒക്കെ CPM ഒക്കെ ആക്രമിക്കുന്നതെങ്കിൽ കഴിഞ്ഞ 2019 ആദ്യമായി കോൺഗ്രസിന് പരസ്യ പിന്തുണ നൽകിയിട്ടുള്ളത്. അതിനു മുൻപ് എത്രയോ തിരഞ്ഞെടുപ്പുകളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടിൻ്റെ ബെനിഫിഷ്യറീസ് ആയിട്ടുള്ളവരാണ് ഇവിടുത്തെ ഇടതുപക്ഷം. ഹിറ സെൻറ്ററിലേക്ക് ഇവിടെ CPMൻ്റെ നേതാക്കൾ പോയി ജമാഅത്തെ ഇസ്ലാമി അമീറിനെ കണ്ടിട്ടില്ലേ? തിരിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ AKG സെന്ററിൽ പോയിട്ടില്ല. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ അവർക്ക് മുകളിൽ കെട്ടിവെച്ച ഒരു സംഭവമില്ലേ? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായി അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി ഞങ്ങളുടെ ഔദ്യോഗികമായി പാർട്ടിയുടെ തിരിച്ചടിയായി എന്നൊരു തോന്നൽ ഉണ്ടായില്ലേ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ? ഇടതുപക്ഷം നടത്തുന്ന ഒരു വലിയ വിമർശനമാണ്. ഇടതുപക്ഷം നടത്തുന്ന വലിയ വിമർശനമാണ് ഇത്. ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഇന്ന് വെൽഫെയർ പാർട്ടി പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ്. രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാകാതിരിക്കാൻ ഇവിടെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം. കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട കക്ഷികൾ തന്നെ ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി, ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ശക്തിപ്പെടേണ്ടത് അനിവാര്യമാണ്. പിന്തുണ സ്വീകരിക്കുന്നു, ഞങ്ങൾ ആരോടും പിന്തുണ ചോദിച്ചിട്ടില്ല എന്ന് പറയേണ്ട സാഹചര്യം പിന്നെ വരുന്നത് എങ്ങനെയാണ്? അല്ലേ, വെൽഫെയർ പാർട്ടി ഒരു രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കുന്നത് അവരുടെ തന്നെ കൺവിക്ഷന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അവർ തന്നെ പരസ്യമായി പറഞ്ഞൊരു കാര്യമല്ലേ. പിന്നെ ഈ കാര്യത്തിലുള്ള നിലപാട് കോൺഗ്രസിനെ സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള ആശങ്കയുമില്ല. ഞങ്ങൾ ഒരിക്കലും ബാക്ക് ഡോർ ഓപ്പറേഷൻ നടത്തുന്ന ആളുകളല്ല.
BJPയുമായി എമ്മിൻ്റെ മധ്യസ്ഥതയിൽ തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിൽ ചർച്ച നടത്തിയ ആളുകളാണ് കോൺഗ്രസ്സിന് ഡിക്റ്റേറ്റ് ചെയ്യാൻ, കോൺഗ്രസ്സിന് രാഷ്ട്രീയ സദാചാരം പഠിപ്പിക്കാൻ വരുന്നത്. ഇവിടെ അതൊന്നും പറയാനുള്ള യോഗ്യത CPM-നില്ല. പിന്നെ രാജ്യത്തെ ഏറ്റവും വലിയ തീവ്രവാദി സംഘടനയായ RSSൻ്റെ പൊളിറ്റിക്കൽ രൂപമായ BJPക്ക് ഒട്ടുമില്ല. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ വ്യക്തമാണ്. ഇന്നലെകൾ കോൺഗ്രസിനെ എതിർത്ത ജനവിഭാഗങ്ങൾ, കോൺഗ്രസിന് അനുകൂലമല്ലാത്ത ആളുകൾ ഇന്ന് BJP പോകണം, ഇവിടെ ഇന്ത്യ ഒരു ഭരണഘടനാധിഷ്ഠിത രാജ്യമായി ഇനിയും തുടരണം, ഇന്ത്യ നാളുകളിൽ ഒരു ജനാധിപത്യ രാജ്യമായി തുടരണം എന്നുള്ള അവരുടേതായ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചാൽ അതിനെ ആ പിന്തുണയിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും കോൺഗ്രസിനെ സംബന്ധിച്ചില്ല. കോൺഗ്രസിന് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുണ്ട്. ഇന്നലകളിൽ കോൺഗ്രസിനെ എതിർത്ത ആളുകൾ പോലും കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ മനസ്സിൻ്റെ ഒരു സൂചകമാണ്, പ്രതിനിധാനമാണ് എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചൊരു സംശയവുമില്ല. യെസ്, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ജയചന്ദ്രൻ, ഈ ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലും കോൺഗ്രസിലേക്ക് നീങ്ങുന്നു എന്ന സൂചനയാണോ SDPIക്ക് പുറകെ വെൽഫെയർ പാർട്ടിയും UDFന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും? നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടത് ഈ 19 സീറ്റും UDFിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണല്ലോ. വലിയ തോതിൽ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ഇല്ലാതെ അത് സാധ്യമാകില്ല എന്ന് നമുക്കറിയാം. ഇത്തവണയും ആ സമാന സാഹചര്യം ഉണ്ട് എന്ന് ആശങ്കപ്പെടാൻ എന്തെങ്കിലും സാഹചര്യം ഈ പിന്തുണ കൊണ്ട് ശ്രീ ജയചന്ദ്രൻ കാണുന്നുണ്ടോ? ചക്ക വീണ് മുയൽ ചത്ത കഥ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. പക്ഷേ എപ്പോൾ ചക്ക വീണാലും മുയൽ ചാകുമോ? ഇല്ലെന്നുള്ള അനുഭവം UDF തന്നെ മുൻപുണ്ടല്ലോ. 2019 കാര്യം താങ്കൾ പറഞ്ഞതൊക്കെ ശരി, സമ്മതിച്ചു. അതിനുശേഷം 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി ആർക്കാണ് പിന്തുണ കൊടുത്തത്? UDFനായിരുന്നല്ലോ. അതിനുശേഷം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വെൽഫെയർ പാർട്ടി ആർക്കാണ് പിന്തുണ കൊടുത്തിരുന്നത്? UDFനായിരുന്നല്ലോ. അന്നൊന്നും മുയൽ ചത്തില്ല. അത് ചരിത്രമാണ്. അത് ഒരിക്കൽ ചക്ക വീണ് മുയൽ ചത്തതുകൊണ്ട് എപ്പോൾ ചക്ക വീണാലും മുയൽ ചാകും എന്ന് സങ്കല്പിക്കാം, പ്രതീക്ഷിക്കാം. അതൊന്നും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ജനാധിപത്യത്തിൻ്റെ പല അടരുകളിൽ അങ്ങനെ സംഭവിക്കുന്നതല്ലേ. പക്ഷേ ഇത് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യമല്ലേ. വെൽഫെയർ പാർട്ടി രൂപപ്പെടുന്നതിന് 2011 ഏപ്രിൽ 18. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ 13 വർഷം പൂർത്തിയാകും. അപ്പോൾ അതിനു മുൻപ് ഇങ്ങനൊരു രാഷ്ട്രീയ സംവിധാനം ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ടായിരുന്നില്ല. ആ തരത്തിൽ ഡെമോക്രാറ്റിക്കായിട്ട് ഇന്ത്യയിൽ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു കക്ഷി എന്നുള്ള നിലയിലേക്ക് ഇവർ വരുന്നത് 2011 ഏപ്രിൽ 18 ശേഷമാണ്. കേരളത്തിലെ ദേശീയ തലത്തിലുണ്ട്, കേരളത്തിൽ നമ്മൾ കാണുന്ന അപ്പോഴാണല്ലോ. പക്ഷേ ന്യൂനപക്ഷങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഈ പാർട്ടിയുടെ ഈ ഐഡിയോളജി അതാണല്ലോ ഇവിടെ പ്രശ്നമായിട്ട് നിൽക്കുന്നത്. എക്കാലവും ജമാഅത്തെ ഇസ്ലാമി പിൻപറ്റുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നുള്ള ആ ഒരു തിയറിയുണ്ട്. ആ തിയറിയാണ് ഇവരുടെ ബേസായിട്ട് നിൽക്കുന്നത്. അതവർ മറച്ചു വെക്കാറില്ല. കാര്യം അവരുടെ ഐഡിയോളജി അവരെന്തിനാണ് മറച്ചു വെക്കുന്നത്? മൗദൂദിസം ഒരിക്കലും മറഞ്ഞിരുന്ന് ചെയ്യുന്ന പ്രവൃത്തിയല്ല. അത് ഡയറക്റ്റാണ്. അവരുടെ ഐഡിയോളജിക്കൽ ഓപ്പോസിഷനും ഐഡിയോളജിക്കൽ അലയൻസും ഒക്കെ അവർ മറച്ചു വെച്ചിട്ടല്ല ചെയ്യാറുള്ളത് വെൽഫെയർ പാർട്ടി. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചോളം അവർക്ക് ആരെയും പിന്തുണയ്ക്കാനുള്ള അവകാശമുണ്ട്. അതവർ ചെയ്യുന്നതിൽ അവരെ തെറ്റു പറയാനും കഴിയില്ല. അവർ രാഷ്ട്രീയ പാർട്ടിയല്ലേ, അവരെ തെറ്റു പറയേണ്ട കാര്യം എന്താണുള്ളത്? പക്ഷേ കോൺഗ്രസ് കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ ചോദ്യം ഉയരുന്നത്. ആ ചോദ്യം ഉയരുമ്പോഴേക്ക് അതിനെ നമുക്ക് കാണുന്നത് അവർ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, മുസ്ലിം വിഭാഗങ്ങളുടെ പിന്തുണ ആർജിക്കാൻ വെൽഫെയർ പാർട്ടിയിൽ കൂടെ കഴിയും എന്നും ആ പ്രതിനിധാനം കുറച്ച് തങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന തിരിച്ചറിവും ഒക്കെയുണ്ട്. SDPIയെ രഹസ്യമായി കൂടെ നിർത്തുന്നതിനും വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ഇപ്പോൾ അവർ തരുന്നതിൽ എന്താണ് തെറ്റ് എന്ന് ചോദിക്കുന്നതിലും ഒക്കെ വരുന്ന കാര്യം അതാണ്. ഞാൻ വെൽഫെയർ പാർട്ടി അല്ല പറയുന്നത്. അവർക്ക് അവരുടേതായ നിലപാട് സ്വീകരിക്കാൻ അവകാശമുണ്ട്. ഒരു രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയ്ക്ക് അവർ അവകാശം വിനിയോഗിക്കുന്നു. പ്രത്യേകിച്ച് ഒരു പൊതു തെരഞ്ഞെടുപ്പാണ്, അതുണ്ട്. പക്ഷേ അത് സ്വീകരിക്കുന്ന കോൺഗ്രസിൻ്റെ കാര്യമാണ് ഞാൻ എംഫാറ്റിക്കലി അടിവരയിട്ട് പറയുന്നത്. അവർക്ക് മുസ്ലിം സമുദായത്തിൽ ഉണ്ടായിട്ടുള്ളൊരു ഇറോഷനുണ്ട്, വിശ്വാസരാഹിത്യമാണ്. വോട്ട് ചോർച്ചയല്ല, അത് വിശ്വാസരാഹിത്യമാണ്. ഇപ്പോൾ വെൽഫെയർ പാർട്ടി തന്നെ BJPയുടെ ദേശീയ തലത്തിലുള്ള അക്രമാസക്തമായൊരു മുന്നേറ്റത്തിനെക്കുറിച്ച് അവരുടെ ഇന്നത്തെ പ്രസ്താവനയിൽ അവർ പറയുന്നുണ്ടത്. അവർക്ക് അവരുടെ നിലപാടതാണ്. ആ നിലപാടിനെതിരായിട്ടാണ് അവർ ഇന്ത്യ മുന്നണിക്കകത്ത് നേതൃത്വം നൽകുന്ന കോൺഗ്രസിന് കേരളത്തിൽ പിന്തുണ കൊടുക്കുന്നതെന്ന് പറയുന്നു.
പക്ഷേ ഞാൻ പറയുന്നത് ഈ പറയുന്ന വിശ്വാസരാഹിത്യം കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്നു. ഹിന്ദുത്വമാണ് കോൺഗ്രസിൻ്റെ സമീപനം എന്ന് പിന്നെ മുസ്ലിം സമുദായത്തിന് വിശ്വസിക്കത്തക്ക നിലയിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട് എന്ന് ആ മേഖലയിൽ വ്യാപകമായ വിമർശനങ്ങളുണ്ട്. ആ വിമർശനങ്ങളുടെ ഭാഗമായിട്ട് അവിടെ ഒരു പിന്നെ വിശ്വാസരാഹിത്യത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വോട്ട് ചോർച്ച അത് കാണുന്നുണ്ട്, കോൺഗ്രസ് നന്നായിട്ട് കാണുന്നുണ്ട്. അതിന് ഏതൊക്കെ തരത്തിലാണോ അവർക്ക് പിന്നെ ഈ ടൈപ്പ് ഉണ്ടാക്കാൻ പറ്റുന്ന ആരോടൊക്കെയാണോ അതൊക്കെ അവർ ഉണ്ടാക്കും. അപ്പോൾ അതാണ് SDPI പിന്നെ ഈ അലയൻസ് ഉണ്ടായതിൻ്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്തതാണല്ലോ നേരത്തെ. അത് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ചില മേഖലകളിലെങ്കിലും പിന്നെ ഈ ജില്ലാ പഞ്ചായത്തിലേക്ക് അവരുടെ ചില ഡിമാൻഡ്സ് അവർ വെച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കേട്ടത്. ഞാനത് ചർച്ചയിൽ യൂണിവേഴ്സിറ്റികളുടെ ചർച്ചയിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. അതങ്ങനെ ഇല്ലെന്നാണ് കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞത്. അതിരിക്കട്ടെ, അതിന് വരാനിരിക്കുന്ന കാര്യമാണല്ലോ. അതങ്ങനെ ഉണ്ട്. അത്തരത്തിലുള്ള വിട്ടുവീഴ്ചകളില്ലാതെ രാഷ്ട്രീയത്തിൽ ആർക്കും നിലനിൽക്കാൻ പറ്റില്ല, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ. ഇങ്ങോട്ടൊരു പിന്തുണ തരണമെങ്കിൽ അങ്ങോട്ടൊരു പിന്തുണ വാഗ്ദാനമെങ്കിലും കൊടുക്കണം. ആ വാഗ്ദാനം നടപ്പിലാവുന്നോ ഇല്ലയോ എന്നുള്ള പിന്നത്തെ കാര്യമാണ്. പക്ഷേ ഇവിടെ പ്രശ്നം കേവല വാഗ്ദാനങ്ങൾക്ക് അപ്പുറത്തേക്ക് മുസ്ലിം സമുദായത്തിനകത്തുണ്ടായ വിശ്വാസരാഹിത്യം തങ്ങളെ സാരമായി ബാധിക്കുന്നുവെന്ന് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ഈ ചോർച്ചയെ, രാഷ്ട്രീയ വോട്ടുകളുടെ ചോർച്ചയിലേക്ക് നയിക്കുമെന്ന ആശങ്കയിൽ നിന്നാണ് ഈ അലയൻസ് ഉണ്ടായിട്ടുള്ളത്. സെക്രട്ടറി ശ്രീ ഷംസീർ ഇബ്രാഹിം കൂടി ഉണ്ട്. ശ്രീ ഷംസീർ, ദേശവ്യാപകമായ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു നയം വേണ്ടതാണ്, അതിൽ തർക്കമില്ല. പലയിടത്തും വെൽഫെയർ പാർട്ടി കഴിഞ്ഞ ഘട്ടങ്ങളിൽ പല രാഷ്ട്രീയ നീക്കങ്ങളും നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ പരാജയത്തിന് കാരണം വെൽഫെയർ പാർട്ടിയുമായ ഒരു കൂട്ടുകെട്ടാണ് എന്ന് കോൺഗ്രസിനകത്ത് വലിയ തോതിൽ ആരോപണമുണ്ടായിരുന്നു. അന്ന് MM ഹസനെ പോലുള്ളവർ അതിനെ ന്യായീകരിച്ചതിനെതിരെ വലിയ പ്രതിഷേധം, അതൃപ്തി, പൊട്ടിത്തെറിയൊക്കെ കോൺഗ്രസിനകത്ത് ഉണ്ടാകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മുകളിലാണ് എന്ന് പറഞ്ഞ് അത് ആ നിലയ്ക്ക് തർക്കിച്ച ഒരു പ്രസ്ഥാനത്തിന് വീണ്ടും പിന്തുണ കൊടുക്കുമ്പോൾ അതും അവരങ്ങനെ ആവശ്യപ്പെടുന്നില്ല എന്ന് പറയുന്നിടത്ത് അത് എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുന്നത് വെൽഫെയർ പാർട്ടിക്ക്? BJP വിരുദ്ധത എന്ന ഒറ്റ പ്ലാങ്ക് വെച്ചാണോ? അതെ, ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ഇന്ന് തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സ്വീകരിക്കുന്ന തെരഞ്ഞെടുപ്പ് നയവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വളരെ കൃത്യമായി പത്രക്കാർക്ക് മുമ്പിൽ പൊതുസമൂഹത്തിന് മുമ്പാകെ വിശദീകരിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതലമെന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ രാജ്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ സാമൂഹ്യ രാഷ്ട്രീയ ഭീഷണിയുണ്ട്. അത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അതിൻ്റെ ഒരു ഭരണ രൂപം രാജ്യത്തെ എല്ലാ മേഖലകളെയും ഗ്രസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ അപകടമായിട്ട് വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. നമ്മുടെ രാജ്യത്തെക്കുറിച്ച്, അതിൻ്റെ ഭാവിയെക്കുറിച്ച് വലിയ ആശങ്കകൾ ഇക്കാലയളവിൽ നമ്മൾ പരസ്പരം പങ്കുവെക്കാറുണ്ട്. അപ്പോൾ എന്ത് വില കൊടുത്തും നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ RSSും BJPയും നേതൃത്വം നൽകുന്ന ഈ വംശീയ ഭരണകൂടത്തെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റിൽ നിന്നുകൊണ്ടാണ് ഇത് ഞങ്ങളുടെ ദേശീയ നേതൃത്വത്തിൻ്റെ തന്നെ ദേശവ്യാപകമായി നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് നയമാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ഒരു പോയിന്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് നയങ്ങൾ വെൽഫെയർ പാർട്ടി സ്വീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഒരു പ്രതിഫലം അല്ലെങ്കിൽ പ്രതിഫലനം നമുക്ക് എന്താണ് സൂചന നൽകുന്നത്? കോൺഗ്രസ്സിന് അങ്ങനെ വലിയ കക്ഷിയാകാൻ കഴിയും എന്ന ഒരു വാദമുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊന്നും പ്രകടമായില്ല. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ കോൺഗ്രസ്സിന് കുറേ കൂടി ശക്തിയാകാൻ കഴിയുമെന്ന എന്തെങ്കിലും സൂചന ഉണ്ടോ? മാത്രമല്ല BJP ഇവിടെ 400 പാർ എന്നൊക്കെ പറഞ്ഞുള്ള മുദ്രാവാക്യങ്ങളുമായി നടക്കുകയാണ്. 400-ന് മുകളിലേക്ക് വരും എന്നൊക്കെ. അപ്പോൾ സ്വാഭാവികമായും ഇടതുപക്ഷം ചോദിക്കുന്നൊരു ചോദ്യം, അവരാണ് കൂടുതൽ ഈ BJPയെ എതിർക്കാൻ ഒരു മതേതര നിലപാടൊക്കെയായി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിനെ ദുർബലപ്പെടുത്തുന്ന നീക്കമാണ് നിങ്ങളുടേത് എന്നതാണ്. അല്ല, ഇതാരെയും ദുർബലപ്പെടുത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സംഘപരിവാർ രാഷ്ട്രീയത്തിൽ മാത്രമാണ്. മറ്റൊന്നിനെയും ദുർബലപ്പെടുത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. 2019 നിന്ന് നമ്മൾ 2024 എത്തുമ്പോൾ ഇവിടെ പ്രകടമായി കാണാവുന്ന ഒരു രാഷ്ട്രീയ മാറ്റമെന്ന് പറയുന്നത് വെൽഫെയർ പാർട്ടി കഴിഞ്ഞ 5 വർഷമായി ഇന്ത്യയിൽ ഉടനീളമുള്ള BJP വിരുദ്ധ പക്ഷത്തുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായും അവരുടെ നേതാക്കളുമായും ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നയിക്കുന്നൊരു വിഷയമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ
ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഒരു പ്രീപോൾ അലയൻസ്, BJP വിരുദ്ധ പ്രീപോൾ അലയൻസ് രാജ്യത്ത് രൂപപ്പെട്ട് വരണമെന്നുള്ളതാണ്. അത് കുറച്ച് വൈകിയാണെങ്കിൽ കൂടിയും കഴിഞ്ഞ വർഷം ഇന്ത്യ അലയൻസ് എന്ന പേരിൽ ഇന്ത്യയിൽ രൂപപ്പെട്ടു വന്നു. വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ ആ മുന്നണിയിൽ അംഗങ്ങളാണ്. ആ മുന്നണി മുന്നോട്ട് വെക്കുന്ന കുറേ ആശയങ്ങളുണ്ട്. ആ മുന്നണിയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം സഹകരിച്ചുകൊണ്ട് വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ മത്സരവുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആ മുന്നണി പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു BJP വിരുദ്ധ മുന്നണി അധികാരത്തിൽ വരണമെങ്കിൽ സ്വാഭാവികമായിട്ടും ആ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി, ഈ മുന്നണിയിൽപ്പെട്ട പാർട്ടികൾ ഏതേതൊക്കെ സംസ്ഥാനങ്ങളിൽ എത്രത്തോളം അളവിൽ മത്സരിക്കുന്നു, എത്ര സീറ്റുകളിൽ ഇവർ മത്സരിക്കുന്നു, നമ്മുടെ നാടിൻ്റെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ അനുസരിച്ചുകൊണ്ട് അത്തരത്തിലൊരു പ്രതിപക്ഷ മുന്നണി രൂപപ്പെട്ട് വരിക, അതിൽ പ്രധാനമായും നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിനെ പോലുള്ളൊരു പാർട്ടി കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ച് വിജയിച്ചുകൊണ്ട് കേന്ദ്രത്തിൽ വരിക എന്ന വളരെ പ്രധാനപ്പെട്ട, എല്ലാവർക്കും മനസ്സിലാകുന്ന, സാമാന്യമായി നമുക്കൊക്കെ പൊതുവായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ പോയിന്റിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. യെസ്, വ്യക്തമാണ്. ശങ്കു ടി ദാസ്, ഇതാണ് നിങ്ങളെ എതിർക്കാൻ വേണ്ടി ആണ് ഈ സഖ്യം അല്ലെങ്കിൽ ഇത്തരം ഒരു പിന്തുണ വരുന്നത്. BJPയെ എങ്ങനെയും പരാജയപ്പെടുത്തേണ്ടതുണ്ട്, അതിൻ്റെ ഭാഗമായാണ് ഈ സഖ്യം വരുന്നത് എന്നാണ് ശ്രീ വെൽഫെയർ പാർട്ടി പ്രതിനിധി ശ്രീ ഷംസീർ ഇബ്രാഹിമിൻ്റെ നിലപാട്. ശ്രീ ശങ്കു ടി ദാസ് ഈ പിന്തുണയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തെരഞ്ഞെടുപ്പിൽ ഇത് കോൺഗ്രസിന് എന്ത് ഫലം ചെയ്യും, BJPക്ക് എന്ത് മാറ്റമുണ്ടാക്കും എന്നാണ് ശ്രീ ശങ്കു ധരിക്കുന്നത്? അല്ല, കോൺഗ്രസിന്റെ യഥാർത്ഥ നിറം കൂടുതൽ വ്യക്തമായി പുറത്തു വരുന്നു എന്ന് മാത്രമേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. എന്തുകൊണ്ടാണ് വെൽഫെയർ പാർട്ടിയെ പോലെ അല്ലെങ്കിൽ SDPIയെ പോലെയുള്ള പാർട്ടികൾ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നത്? എന്തുകൊണ്ടാണ് കോൺഗ്രസ് ആണ് ഈ രാജ്യം ഭരിക്കാൻ ഏറ്റവും നല്ല പാർട്ടി എന്ന് ഇവർ കരുതുന്നത്? ഇവരുടെ ആശയം എന്താണ്, ഇവരുടെ പ്രത്യയശാസ്ത്രം എന്താണെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇത് വെൽഫെയർ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടുള്ള ആൾ ഇവിടെ പറയുന്നു, സംഘപരിവാറിനെ ദുർബലപ്പെടുത്തലാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നു. സംഘപരിവാറിനെ ദുർബലപ്പെടുത്തുന്നത് എന്തിനാണ്? വെൽഫെയർ പാർട്ടി സംഘപരിവാറിനെ ദുർബലപ്പെടുത്തുന്നത് ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി നിലനിർത്താനല്ലല്ലോ, ഇന്ത്യയിൽ മതേതരത്വം നിലനിൽക്കണം എന്നുള്ളതല്ലല്ലോ വെൽഫെയർ പാർട്ടിയുടെ ആശയം. വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത് 1941-42 കാലഘട്ടങ്ങളിൽ സയ്യിദ് അബു അല മൗദൂദിയുടെ നേതൃത്വത്തിൽ, മൗലാന മൗദൂദിയുടെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ മോചനം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയെ ഒരു ദാരുൽ ഇസ്ലാമായി കൺവേർട്ട് ചെയ്യണം. അത് ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറയൂ. യെസ്, അതായത് 1942 സയ്യിദ് അബു അല മൗദൂദിയുടെ നേതൃത്വത്തിൽ, മൗലാന മൗദൂദി എന്ന് പറയുന്ന ഇവരുടെ താത്വികാചാര്യന്റെ നേതൃത്വത്തിൽ ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കണമെന്ന വാദം, ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നതായിരുന്നു ഇവരുടെ മുദ്രാവാക്യം. ദാരുൽ ഇസ്ലാം സ്ഥാപിക്കണം ഇന്ത്യയിൽ എന്നതായിരുന്നു ഇവരുടെ മുദ്രാവാക്യം. ആ മുദ്രാവാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്ത് തന്നെ ഉണ്ടായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട ഇസ്ലാമിക് മൂവ്മെന്റുകൾ 1928 ഉണ്ടാവുന്ന മുസ്ലിം ബ്രദർഹുഡ്, ഈജിപ്തിൽ ഉണ്ടാവുന്ന മുസ്ലിം ബ്രദർഹുഡ്, അതേപോലെ തന്നെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഉണ്ടാവുന്ന ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നതിനെ ലോകം എങ്ങനെയാണ് വിലയിരുത്തുന്നത് നമുക്കറിയാം. അവരുടെ ആശയം എന്താണ്, അവരുടെ പ്രത്യയശാസ്ത്രം എന്താണ് എന്നത് വളരെ വ്യക്തമാണ്. പക്ഷേ ശ്രീ ശങ്കു, അവിടെ ഒരു ചോദ്യം കൂടി വരികയാണ്. ഈ 2023 ജനുവരി 14 ഈ ലഫ്റ്റനന്റ് ഗവർണർ നജീബ് ജംഗിന്റെ വസതിയിൽ ഈ RSSകാർ ഈ ഇവരുമായി എന്ത് ചർച്ചയാണ് നടത്തിയത്? എന്ത് ചർച്ചയാണ്? നിങ്ങൾ ഈ പറയുന്ന മൗദൂദി വാദമൊക്കെ ആണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ചർച്ച നടത്തിയത്? എന്താണ് ഇതിന്റെ അടിസ്ഥാനം? ഈ ആരോപണത്തിന്റെ അടിസ്ഥാനം എന്താണ്? അതായത് ബഹുമാനപ്പെട്ട ലഫ്റ്റനന്റ് ഗവർണറുടെ അപ്പോയിന്റ്മെന്റ് എടുത്താൽ ആർക്ക് വേണമെങ്കിലും അദ്ദേഹത്തെ പോയി കാണാം. ഈ വരുന്ന ആളുകൾ ഏത് പാർട്ടിക്കാരാണ്, ഇവിടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം എന്താണെന്ന് പരിശോധിച്ചിട്ടായിരിക്കില്ല അവർക്ക്. അവിടെ എനിക്ക് തോന്നുന്നത് ശങ്കു ടി ദാസിന് ഒരു ചെറിയ ആശയക്കുഴപ്പം വന്നതാണ്. അവിടെ അദ്ദേഹത്തിന്റെ വസതിയിൽ കൂടിക്കാഴ്ച നടന്നേ ഉള്ളൂ. പക്ഷെ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തതാരാ? RSS നേതാവായ ഇന്ദ്രേഷ് കുമാർ, റാംലാൽ, കൃഷ്ണഗോപാൽ എന്നിവരുമായി മുസ്ലിം സംഘടനകൾ ഇസ്ലാമിയെ നിങ്ങൾ വിളിച്ചു വരുത്തിയത്? അവിടെ വ്യക്തമായിട്ടുള്ള ഉത്തരവുണ്ട്. ഇന്ദ്രേഷ് കുമാർ ആരാണ്? ഇന്ദ്രേഷ് കുമാർ എന്താണ്, രാഷ്ട്രീയ മുസ്ലിം മഞ്ചിന്റെ നേതാവായിട്ടുള്ള ആളാണ്. അതായത് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ മുസ്ലിം സംഘടനകളെയും ഏകോപിപ്പിച്ചും സംയോജിച്ചും പ്രവർത്തിക്കുന്ന RSSന്റെ മറ്റൊരു വിഭാഗിന്റെ ചുമതലയുള്ള ഒരാളാണ് അദ്ദേഹം. സ്വാഭാവികമായിട്ട് അദ്ദേഹം ഇത്തരം ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്നുണ്ടാവും. അത് മുസ്ലിം കമ്മ്യൂണിറ്റിയുമായിട്ട് ഇടപെടുമ്പോൾ അതിലെ വിവിധ സമൂഹങ്ങളുമായിട്ട് വിഭാഗങ്ങളുമായിട്ട് ഇടപെടുന്നുണ്ടാവും. അതല്ല അവരിൽ നിന്ന് രാഷ്ട്രീയ പിന്തുണ സ്വീകരിക്കുക എന്ന് പറയുന്നത്. അവരിൽ നിന്ന് ഒരു രാഷ്ട്രീയ പദ്ധതിയിലോ പരിപാടിയിലോ അവരെ കൂടെ കൂട്ടുക, അവരുടെ പിന്തുണയോടുകൂടി രാജ്യഭരണത്തിന് ശ്രമിക്കുക എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ്. ആളുകൾ തമ്മിൽ സംസാരിക്കുന്നു,
ആളുകൾ തമ്മിൽ രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കുന്നതും അല്ല, ആളുകൾ തമ്മിൽ അങ്ങനെ വെറുതെ ചായ കുടിച്ച് പിരിഞ്ഞതല്ലല്ലോ. അവിടെ നിങ്ങൾ എന്തായിരിക്കും ചർച്ച ചെയ്തിട്ടുണ്ടാവുക? സ്വാഭാവികമായും സാധാരണ ഡൽഹിയിലെ തണുപ്പിനെ കുറിച്ചാണോ ജനുവരി 14 നിങ്ങൾ ചർച്ച അങ്ങ് എന്നോടൊരു നടത്തിയിട്ടുണ്ടാവുക? ചോദ്യം ചോദിക്കുന്നു. അങ്ങ് എന്നോടൊരു ചോദ്യം ചോദിക്കുന്നു. അങ്ങ് മറ്റു 3 പേരോടും ചോദ്യങ്ങൾ ചോദിച്ചു, അവർ ഉത്തരം പറഞ്ഞു. അങ്ങ് ക്ഷമയോടുകൂടി കേട്ടു, ഞാനും അത് ക്ഷമയോടുകൂടി കേട്ടു. 4ാമത്തെ ഊഴത്തിൽ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ ആ ചോദ്യത്തിന് മറുപടി പറയാൻ ശ്രമിക്കുമ്പോൾ അങ്ങക്ക് ധാരാളം സമയം ഞാൻ തരും. ഒരു തർക്കമില്ല, നമുക്ക് ഇനിയും ഇഷ്ടംപോലെ സമയമുണ്ട്. അങ്ങക്ക് എത്ര സമയം വേണമെങ്കിലും എടുക്കാം. ശരി, ഞാൻ പറഞ്ഞു വന്ന കാര്യം ഞാൻ പൂർത്തീകരിക്കട്ടെ. അതിനുശേഷം അങ്ങയുടെ ഉപചോദ്യങ്ങൾക്കും അതിന് മേലുള്ള അവാന്തരമായിട്ടുള്ള ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിനും ഞാൻ ഉത്തരം പറയാം. ഞാൻ പറയുന്നത്, എന്തുകൊണ്ട് ഈ പാർട്ടികളെല്ലാം കോൺഗ്രസിനെ തന്നെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ കോൺഗ്രസ് ഉന്നയിക്കുന്ന BJP-യെ ഭരണത്തിൽ നിന്ന് അകറ്റുക എന്ന് പറയുന്നത് ഏത് വിഭാഗത്തിന്റെ താല്പര്യമാണ് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഈ രാജ്യത്തെ മതേതരത്വം സംരക്ഷിക്കണമെന്നോ ജനാധിപത്യം സംരക്ഷിക്കണമെന്നോ ഈ രാജ്യത്തിന്റെ പരമാധികാരത്തെ സംരക്ഷിക്കണമെന്നോ ഒന്നും വിചാരിക്കുന്ന ആളുകളുടെ പ്രതിനിധിയായിട്ടല്ല കോൺഗ്രസ് BJP മുക്ത ഭാരതത്തിന് വേണ്ടി വാദിക്കുന്നത്. യഥാർത്ഥത്തിൽ BJP അധികാരത്തിൽ ഇരിക്കുമ്പോൾ അധികാര സോപാനങ്ങളിൽ നിന്ന് കുടിയിറക്കപ്പെട്ട ഇത്തരം ചില ആളുകളുടെ താല്പര്യത്തിന്റെ സംരക്ഷകരായിട്ടാണ്. അതുകൊണ്ടാണ് എല്ലാ ആളുകളും കൃത്യമായിട്ട് കോൺഗ്രസിനെ തന്നെ പിന്തുണയ്ക്കുന്നത്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് ആണ് തങ്ങളെ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് എന്ന് അവർക്ക് തോന്നുന്നത്? അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഈ മതേതരത്വം എന്നിവർ പറയുന്നത് യഥാർത്ഥത്തിൽ ഹിന്ദുത്വ വിരുദ്ധത മാത്രമാണ്. അതല്ലാതെ മതനിരാസമോ മതനിരപേക്ഷതയോ മതേതരത്വമോ അല്ല ഇവരുന്നയിക്കുന്നത്. ഇവരുന്നയിക്കുന്നത് ഈ രാജ്യത്തിന്റെ തനിമയെ, പൈതൃകത്തെ, പാരമ്പര്യത്തെ, അതിന്റെ ഭാരതീയതയെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഭരണ സംവിധാനത്തെ ഇല്ലാതാക്കുകയും ഇത്തരം എല്ലാ ആളുകൾക്കും അവരുടെ നിക്ഷിപ്തമായിട്ടുള്ള വർഗീയ അജണ്ടകൾ നിർലോഭം നടപ്പാക്കാൻ കഴിയുന്ന ഒരു പൂർവ്വകാല സാഹചര്യത്തെ പുനഃസ്ഥാപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് എല്ലാ കള്ളപ്പണക്കാരും സ്വിസ് ബാങ്കിൽ പോയിട്ട് പണം ഇടുന്നത്? സ്വിറ്റ്സർലാൻഡിലെ അതോറിറ്റികൾ ഇവരെ എല്ലാം പ്രത്യേകമായിട്ട് ക്ഷണിച്ചുകൊണ്ടൊന്നുമല്ല. അവരവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നിയമം എന്ന് പറയുന്നത് കള്ളപ്പണക്കാർക്ക് അവിടെ കൊണ്ടുപോയി പണം സുരക്ഷിതമായി നിക്ഷേപിക്കാൻ സാധിക്കുന്ന വണ്ണമാണ്. അവരവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അന്തരീക്ഷം അങ്ങനത്തെയാണ്. അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കഴിഞ്ഞാൽ കള്ളപ്പണം ഉള്ളവർ സ്വാഭാവികമായിട്ട് അവിടെ കൊണ്ടുപോയിടും. അതേപോലെ കോൺഗ്രസ് ഈ പാർട്ടികളെ ഒന്നും പ്രത്യേകമായിട്ട് വിളിച്ച് ക്ഷണിച്ചിട്ടുണ്ടാവില്ല. SDP-നും വെൽഫെയർ പാർട്ടിനൊന്നും ക്ഷണിച്ചിട്ടില്ല. പക്ഷെ കോൺഗ്രസ് ഉണ്ടാക്കി വെച്ചുള്ള രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ട്. ആ അന്തരീക്ഷം ഇവരെ പോലത്തെ ആളുകൾക്ക് സ്വാഭാവികമായി തന്നെ ക്ഷണമായി തോന്നുകയാണ്. ഞങ്ങൾ ചെല്ലേണ്ട സ്ഥലം ഇതാണ്, ഞങ്ങൾ ഏറ്റവും സുരക്ഷിതരായിരിക്കുന്ന സ്ഥലം ഇതാണ്, ഇവിടെ ചെന്നാലാണ് ഞങ്ങളുടെ ലക്ഷ്യം ഏറ്റവും നന്നായി നടപ്പാക്കാൻ തോന്നുക എന്ന് തോന്നുവണ്ണം കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ നോക്കൂ. കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ പറയുന്നു ആർട്ടിക്കിൾ 370 റിപ്പീൽ ചെയ്യും, കശ്മീരിന്റെ സ്പെഷ്യൽ സ്റ്റാറ്റസ് പുനഃസ്ഥാപിക്കും. അങ്ങനെ ഈ രാജ്യത്തിന്റെ ഏറ്റവും അഖണ്ഡതയെ സംബന്ധിക്കുന്ന കാര്യങ്ങളെ പോലും ചോദ്യം ചെയ്യുന്ന ഒരു മാനിഫെസ്റ്റോ കോൺഗ്രസ് പുറത്തിറക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് കോൺഗ്രസ് ആയി മാറുകയാണ്. ഞാൻ ഇവരുടെ പശ്ചാത്തലത്തെ സംബന്ധിച്ചാണ് ആദ്യഘട്ടത്തിൽ പറയാൻ ശ്രമിച്ചത്. ഇപ്പോ കോൺഗ്രസിന്റെ പ്രതിനിധി ഈ ചർച്ചയിൽ പറഞ്ഞത് എന്താ? BJP-യും CPM-ഉം ഒക്കെ ആരോപിക്കുന്നത് പോലെ ഇവർ ജമാഅത്തിന്റെ ഒരു വിഭാഗമാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞത്. അത് യഥാർത്ഥത്തിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ ഔദ്യോഗിക നേതൃത്വം ഇതുവരെയായിട്ടും പ്രതികരിച്ചിട്ടില്ല. അവരത് സ്വീകരിക്കുമോ നിഷേധിക്കുമോ എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. SDP-യുടെ പിന്തുണയുടെ കാര്യത്തിൽ ആദ്യത്തെ 2 ദിവസം ഇവർ സംശയിച്ചിരുന്നെങ്കിലും MM ഹസൻ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ വല്ലാതെ ബുദ്ധിമുട്ടിയെങ്കിലും PD സതീശൻ അതിന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തതെങ്കിലും 2 ദിവസത്തിന് ശേഷം അന്തരീക്ഷം മോശമാകേണ്ട പിന്തുണ തള്ളാൻ തയ്യാറായിട്ടുണ്ട്. പിന്തുണ പരസ്യമായി തള്ളിയതേ ഉള്ളൂ. ഞങ്ങൾ ഓരോ സ്ഥാനാർത്ഥികളെയും ചെന്ന് കാണുമ്പോൾ അവർ വോട്ട് ചെയ്താൽ കൊള്ളാം എന്ന നിലപാട് തന്നെയാണ് അവർക്കുണ്ടായിരുന്നത്. അല്ല നോക്കൂ, വെൽഫെയർ പാർട്ടിയുടെ കാര്യത്തിൽ ഇവരെന്താ രാഷ്ട്രീയ നിലപാട് പറയുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇതുവരെയായിട്ട് രാഷ്ട്രീയ നിലപാടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് പ്രതിനിധിയുടെ വാദങ്ങളിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയെ അവർ സർവാത്മന സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ്, അവർ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ജമാഅത്തെ പോലത്തെ ഒരു പാർട്ടി ഞാൻ വിചാരിക്കുന്നത് അങ്ങക്ക് മറ്റുള്ളവരെക്കാളൊക്കെ കൂടുതൽ സമയം കിട്ടി എന്നതാണ്. ശരി. യെസ്. അപ്പോൾ ശ്രീ അനൂപ്, ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് ഹിന്ദുത്വ വിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന ആളുകൾക്ക് കയറിയെത്താൻ പറ്റുന്ന, അവർക്ക് ഒരു അത്താണിയാകുന്ന, അവർക്കിടത്താവളമാകുന്ന ഒരു പ്രസ്ഥാനമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ശ്രീ ശങ്കുട്ടിദാസ് വിവരിക്കുന്നു. അതായത് രാജ്യത്തിൻ്റെ അഖണ്ഡതയും അതുപോലുള്ള ഇപ്പോൾ ആർട്ടിക്കിൾ 370 പോലുള്ള കാര്യങ്ങൾ തിരിച്ചു കൊടുക്കാനും അവിടെ ഇപ്പോൾ ഉള്ള രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കെതിരെയൊക്കെയുള്ള നിലപാട് സ്വീകരിക്കുന്ന ആളുകളാണ് കോൺഗ്രസ് എന്ന് അവർ സ്വയം പറയുന്നു. അതിൻ്റെ ഭാഗമായാണ് ഇത്തരം കക്ഷികളൊക്കെ നിങ്ങളെ തേടി വരുന്നത് എന്നതാണ്. സ്വിസ് ബാങ്കിൻ്റെ കാര്യമൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് സ്വിസ് ബാങ്കിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയണം, അവിടുന്ന് കള്ളപ്പണം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമെന്ന് നമ്മളൊക്കെ പ്രതീക്ഷിച്ചിട്ട് ഇതുവരെ ആയില്ല. അപ്പോൾ അതൊരു സുരക്ഷിത താവളം തന്നെയാണെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കും ഞാൻ അതുപോലെ തന്നെ എടുക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു സ്വിസ് ബാങ്കാണോ ശ്രീ VR അനൂപ് നമ്മുടെ കോൺഗ്രസ് പാർട്ടി? അല്ല, വെൽഫെയർ പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട് എന്താണെന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ
വെൽഫെയർ പാർട്ടിയുടെ പ്രതിനിധി ഇവിടെയുണ്ട്. പക്ഷേ എനിക്ക് അത്ഭുതകരമായി തോന്നുന്നത് ഈ ശങ്കുട്ടി ദാസിൻ്റെയൊക്കെ ഇതിനെക്കുറിച്ചുള്ള നിലപാടാണ്. ശങ്കുട്ടി ദാസ് സ്വയം ധരിച്ചു വച്ചിരിക്കുന്നത് അദ്ദേഹം എന്തോ വലിയ പാവനമായൊരു സംഘടനയുടെ പ്രതിനിധിയാണെന്നാണ്. ഗാന്ധി വധത്തെ തുടർന്ന് നിരോധിക്കപ്പെട്ടൊരു സംഘടനയാണ് RSS. ഞങ്ങളെ സംബന്ധിച്ച് രാജ്യത്തെ ഏറ്റവും വലിയ ഭീകരവാദ തീവ്രവാദ പ്രസ്ഥാനമാണ് RSS. നിങ്ങൾ ഞങ്ങളെ ഡിക്റ്റേറ്റ് ചെയ്യേണ്ട, ഞങ്ങൾ പഠിപ്പിക്കണ്ട. പിന്നെ ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള ബന്ധത്തിൻ്റെ കാര്യമൊക്കെ, ജമാഅത്ത് ഇസ്ലാമിയുടെ ഇഫ്താർ വിരുന്നുകളിൽ അടുത്ത കാലം വരെ PS ശ്രീധരൻപിള്ളയൊക്കെ പങ്കെടുത്തിരുന്നു. പിന്നീട് ജമാഅത്ത് ഇസ്ലാമിക്കാർ ഒഴിവാക്കിയതാ അവരെ. ഈ രാജ്യത്ത് സംഘപരിവാറിനെതിരെ തുടർന്ന വലിയ പ്രതിഷേധങ്ങളെ തുടർന്ന് അവർ തന്നെ പുനർവിചിന്തനം ചെയ്ത് ഒഴിവാക്കിയതാണ്. BJPയുടെ ആളുകൾ ജമാഅത്ത് ഇസ്ലാമിയുടെ ഇഫ്താർ വിരുന്നിൽ പോകാൻ ക്യൂ നിന്നൊരു കാലമുണ്ടായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ജമാഅത്ത് ഇസ്ലാമിയോട് അങ്ങനെ തൊട്ടുകൂടായ്മയുള്ള ആളുകളൊന്നുമല്ല. ഈ കഴിഞ്ഞ ജമാഅത്ത് ഇസ്ലാമി നടത്തിയ അമീർ നടത്തിയ ഇഫ്താർ വിരുന്നിൽ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റും ഞാൻ ഉൾപ്പെടെ എന്നെ ക്ഷണിച്ച് ഞങ്ങളൊക്കെ പങ്കെടുത്തുള്ള ആളുകളാണ്. ഇത് രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. പിന്നെ വെൽഫെയർ പാർട്ടി ജമാഅത്ത് ഇസ്ലാമിയുടെ ഭാഗമാണ് അല്ലേ എന്ന് പറയേണ്ടത് വെൽഫെയർ പാർട്ടിയാണെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയാണ്. പിന്നെ RSSൻ്റെ ഈ രാജ്യത്തോടുള്ള പ്രതിബദ്ധത, ഈ രാജ്യത്ത് ദേശീയത, ഈ രാജ്യം രൂപീകരിച്ചത്, ഈ രാജ്യത്തിൻ്റെ ഭരണഘടന നിർമ്മിച്ചത്, ഈ രാജ്യത്തിൻ്റെ ഭാഗതയെ നിർമ്മിക്കുന്നതിൽ ഒരു പങ്കുമില്ലാതിരുന്ന ഒരു സംഘടന കോൺഗ്രസിന് ദേശസ്നേഹവും ദേശീയതയും പഠിപ്പിക്കണ്ട. പിന്നെ CPMൻ്റെ പ്രതിനിധി സഹയാത്രികൻ എന്താണ് പറഞ്ഞത്? മൗലാന മൗദൂദിയെക്കുറിച്ച് പറഞ്ഞു. ഇവരൊക്കെ ജമാഅത്ത് ഇസ്ലാമിയുടെ കോഴിക്കോട്ടെ ആസ്ഥാനമായ ഹിറാ സെൻറ്ററിൽ കയറി ഇറങ്ങിയിരുന്ന കാലത്ത് അന്നും മൗദൂദി ഇല്ലേ? ഇതെന്താണ് ഇപ്പോൾ ഇവർക്കുള്ള പ്രശ്നം? ജമാഅത്ത് ഇസ്ലാമി ആകട്ടെ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി ആകട്ടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയമാണ് ഈ രാജ്യത്ത് വരേണ്ടത് എന്നുള്ള അർത്ഥത്തിലൊരു രാഷ്ട്രീയമായൊരു പൊളിറ്റിക്കൽ പൊസിഷൻ സ്വീകരിക്കുകയാണ്. അതിന് കോൺഗ്രസ് എന്തിനാണ് ഏതെങ്കിലും കക്ഷി അല്ലെങ്കിൽ ഏതെങ്കിലും സംഘം, ഏതെങ്കിലും സംഘടന, ഏതെങ്കിലും സാമൂഹിക പ്രസ്ഥാനം അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ഞങ്ങൾ രാജ്യത്തിൻ്റെ പ്രതീക്ഷയല്ല എന്ന് പറയേണ്ട കാര്യം ഞങ്ങൾക്കുണ്ടോ? ഇവിടെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്നുണ്ടോ? ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷിയായ അല്ല, ഞാൻ ഒന്ന് പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ. ഈ കാര്യത്തിലൊക്കെ ഈ കോൺഗ്രസിന്റെ UDFന്റെ ചെയർമാൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ വിശദീകരിക്കും. നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഈ കാര്യത്തിനകത്ത് ഇവർ പറയുന്നത്, ഞാൻ CPMന്റെ പ്രതിനിധിയെ കൂടി ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. CPMഉം അല്ലെങ്കിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ് ഇന്ന് ശിവസേന എന്ന് പറയുന്ന കക്ഷി. ഒരു കാലത്ത് BJPയേക്കാൾ തീവ്രമായ ഹിന്ദുത്വ നിലപാടുകൾ സ്വീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഇന്ന് BJP വിരുദ്ധ സമീപനം സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ ശിവസേനയുള്ള ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഘട്ടത്തിലും പറയുന്നില്ല. BJP എതിർക്കുന്നു മാത്രമല്ല. ഈ CPM പറഞ്ഞിട്ടുണ്ടോ? അല്ല, നയത്തെ അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഐ ആം കമ്മിങ് ടു ദ പോയിന്റ്. ഞാൻ CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇവിടെ ഇന്ത്യ മുന്നണിയിൽ ശിവസേനയുള്ളത് കൊണ്ട് ഞങ്ങളതിൻ്റെ ഭാഗമേ അല്ല, ഞങ്ങളതിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു മാറി നിന്നിട്ടുണ്ടോ? അപ്പോൾ എന്തിനാണ് വെൽഫെയർ പാർട്ടി പുറമേ നിന്ന് കോൺഗ്രസിനെ പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ പേരിൽ കോൺഗ്രസിനെ പ്രതിസ്ഥാനത്ത് നിർത്തി ആക്രമിക്കുന്നത്? ഇവർ ഒരേ സമയം ഹിന്ദുത്വ വർഗീയതയെയും ന്യൂനപക്ഷ രാഷ്ട്രീയത്തെയും എതിർക്കുന്നു എന്ന് പറയുന്ന ആളുകളല്ലേ? CPMന് സത്യസന്ധതയുണ്ടെങ്കിൽ CPM പറയേണ്ടിയിരുന്നതല്ലേ ശിവസേന ഭാഗമായി ഇന്ത്യ മുന്നണിയുടെ ഭാഗം ഞങ്ങളാവുന്നില്ല എന്ന്? കോൺഗ്രസിനെ സംബന്ധിച്ച് നിലപാട് വളരെ വ്യക്തമാണ്. ഇന്നലകളിൽ ഞങ്ങളെ എതിർത്ത ആളുകൾ, ഞങ്ങൾക്കെതിരെ രൂക്ഷമായ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം ഉന്നയിച്ച ആളുകൾ ഇന്ന് ഞങ്ങളെ പ്രതീക്ഷയോടുകൂടി കാണുന്നുവെങ്കിൽ അതിനെ ഡിസോൺ ചെയ്യേണ്ട ഒരു കാര്യമില്ല. കോൺഗ്രസ് രാഷ്ട്രീയമായി പുകമറ സൃഷ്ടിച്ച ഒരു അലയൻസ് ഉണ്ടാക്കിയിട്ടില്ല. കോൺഗ്രസ് തലയിൽ മുണ്ടിട്ട് ഒരു കോൺഗ്രസ് നേതാവും സഖ്യ ചർച്ചകൾക്ക് വേണ്ടി പോയിട്ടില്ല. ഞാനൊന്ന് ശ്രീ M ജയചന്ദ്രനിലേക്ക് കൂടി പോവാണ്. നിങ്ങൾ ഈ പറയുന്ന ഈ ശ്രീ M ജയചന്ദ്രൻ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. BJPയുടെ പ്രതിനിധി ശങ്കുട്ടി ദാസിനോടാണ് ചോദിക്കുന്നത്, ജമാഅത്ത് ഇസ്ലാം ഇത്ര വലിയ രാജ്യ വിരുദ്ധ സംഘടനയാണെങ്കിൽ നിങ്ങളുടെ നേതാവായിരുന്ന PS ശ്രീധരൻപിള്ള എത്ര ഇഫ്താർ വിരുന്നുകളിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ഇഫ്താർ വിരുന്നുകളിൽ പങ്കെടുത്തിട്ടുണ്ട്? ഈ ഭീകരവാദി സംഘടനകളുമായി തീവ്രവാദി സംഘടനകളുമായി കൂട്ടുചേർന്ന് അവരുടെ ഇഫ്താർ വിരുന്നുകളിൽ പങ്കെടുക്കുന്ന ആളാണോ ശ്രീധരൻപിള്ളയെ പോലുള്ള ആളുകൾ? അതുകൂടി വിശദീകരിക്കണം. ശ്രീ ശങ്കുവിന്
നോക്കൂ. നേരിട്ടൊരു ചോദ്യമായതുകൊണ്ട് ഞാൻ അതിലേക്ക് അങ്ങ് പോകാം. ശ്രീ ശങ്കുട്ടിദാസ്, നോക്കൂ, ഇഫ്താർ വിരുന്നുകളിൽ ആളുകൾ പങ്കെടുക്കുന്നത് ക്ഷണിക്കുന്ന ആളുകളോടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധം നിർത്തിയിട്ടും അതോടൊത്ത് ഒരു സാമൂഹികമായിട്ടുള്ള മര്യാദകളുടെ അടിസ്ഥാനത്തിലാണ്. PS ശ്രീധരൻപിള്ള ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിൽ നിന്ന് പിന്തുണ സ്വീകരിച്ചിട്ടുണ്ടോ? അവർ പിന്തുണ കൊടുക്കുകയാണെങ്കിൽ PS ശ്രീധരൻപിള്ള സ്വീകരിക്കുമായിരുന്നോ? PS ശ്രീധരൻപിള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയത്തെ തുറന്നു തീർക്കാൻ ഏതെങ്കിലും കാലത്ത് മടിച്ചിട്ടുണ്ടോ? ഇതൊന്നുമില്ല. സമൂഹത്തിലെ ആളുകൾ തമ്മിൽ ചായ കുടിച്ചിട്ടുണ്ട്, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഒരേ ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ട്, ഒരേ വിരുന്നിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതല്ല രാഷ്ട്രീയം. നിങ്ങൾ യഥാർത്ഥത്തിലുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ നിങ്ങൾക്ക് വേണ്ടെന്ന് പറയാനുള്ള ആർജവം നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട് മറ്റുള്ളവരും അത് മേടിച്ചിട്ടുണ്ട്. അവർ ഹിറ സെന്ററിൽ പോയിട്ടുണ്ട്, ഇവർ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ നിങ്ങൾ സ്വീകരിക്കുന്നോ ഇല്ലയോ? നിങ്ങൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ SDPIയുടെ പിന്തുണ നിങ്ങൾ സ്വീകരിക്കാതിരുന്നത് പോലെ ഇത് നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ അങ്ങ് ജമാഅത്തെ ഇസ്ലാമിനെ ന്യായീകരിച്ച് സംസാരിക്കുന്നത് എന്തിനാണ്? ഞങ്ങളെ അല്ല ശങ്കു അല്ല ശങ്കുട്ടിദാസെ, അതൊന്നും വേണ്ട. രാജ്യത്തെ ഞാൻ ഇപ്പോഴും പറഞ്ഞില്ലേ, ഗാന്ധി വധത്തെ തുടർന്ന് നിരോധിക്കപ്പെട്ട ഒരു ഭീകരവാദ പാശ്ചാത്യമുള്ള സംഘടനയുടെ പ്രതിനിധിയാണ് നിങ്ങൾ. ഗാന്ധി വധത്തെ RSS ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് വലിയ പുണ്യപ്പെട്ട സംഘടനയാണെന്ന് വിചാരിച്ചിരിക്കുന്നത്. നിരോധിക്കപ്പെട്ടിട്ടില്ലേ? നിരോധിക്കപ്പെട്ടിട്ടില്ലേ? ആ വധത്തിൽ യാതൊരു പങ്കുവെക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ 1949 RSSന്റെ നിരോധനം പിൻവലിച്ചത് സർദാർ വല്ലഭായ് പട്ടേൽ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴല്ലേ? നിങ്ങൾക്ക് RSS ഗാന്ധിവാദത്തിൽ പങ്കെടുത്ത സംഘടനയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് നിരോധനം പിൻവലിച്ചത്? നിങ്ങളുടെ ജവഹർലാൽ നെഹ്റു നിങ്ങളുടെ സർദാർ വല്ലഭായ് പട്ടേൽ RSSകാരായിരുന്നോ? നിങ്ങൾക്ക് ലജ്ജയില്ല. കോടതിയിൽ പോലും നിരക്കാത്ത ആരോപണങ്ങൾ, തെറ്റായിട്ടുള്ള ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നിരോധനം പ്രഖ്യാപിച്ചു. കൃത്യമായിട്ടുള്ള അന്വേഷണ അടിസ്ഥാനത്തിൽ ഇതുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ബോധ്യപ്പെട്ട നിരോധനം പിൻവലിച്ചു. ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയിരിക്കുമ്പോ സർദാർ വല്ലഭായ് തെറ്റിദ്ധരിപ്പിക്കരുത്. അങ്ങനെയൊന്നല്ല, നിരോധനം പിൻവലിച്ചില്ലേ? ജവഹർലാൽ നെഹ്റു അല്ലേ നിരോധനം പിൻവലിച്ചത്? രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിധേയപ്പെട്ട് പ്രവർത്തിക്കാമെന്നും മുൻ നിലപാടുകൾ നിങ്ങൾക്ക് ഞങ്ങൾ മുൻ നിലപാട് തിരുത്താമെന്ന് പറഞ്ഞതുകൊണ്ട്, ഇനി ആവർത്തിക്കില്ലെന്ന് പറഞ്ഞതുകൊണ്ട്, മാപ്പ് പറഞ്ഞതുകൊണ്ട് ഗാന്ധിവധം ഉൾപ്പെടെ ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ ക്ഷമിച്ചു അല്ലെ? RSSന് മാപ്പ് കൊടുത്തു. വിശാലമനസ്കരായിട്ടുള്ള കോൺഗ്രസ് ഗാന്ധിവധം കോട്ടയം വെച്ചു, കോൺഗ്രസിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇതൊക്കെ ഒരു ചർച്ചയിൽ പറയാൻ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയെ നിരോധിക്കണമെന്നുള്ള നിലപാടുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദി ഉണ്ടാകുമായിരുന്നില്ല. കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ നരേന്ദ്രമോദി അമിത്ഷായും ഇവിടെ കളത്തുറങ്കലായനെ. കോൺഗ്രസ് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന സംഘടനയാണ്. പിന്നെ പറയാം, വളരെ വ്യക്തമായി പറയാം. പറഞ്ഞോളൂ. അല്ല ഞാൻ പറഞ്ഞു തരാലോ. ശങ്കുട്ടിദാസിനോട് ഒരു കാര്യം പറയാം. അടിയന്തരാവസ്ഥ കാലത്ത് നിങ്ങൾ പറഞ്ഞില്ലേ ഇഫ്താർ വിരുന്നിൽ ആരും വിളിച്ചാൽ പോകുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയോടുള്ള RSSന്റെ സമീപനം എന്തായിരുന്നു? അല്ല, നിങ്ങൾ കോൺഗ്രസ് ജനാധിപത്യ വിശ്വസിക്കുന്ന പാർട്ടിയാണ്. ഒരു പാർട്ടിയെ നിരോധിക്കുന്ന ആൾക്കാരെ അടിയന്തരാവസ്ഥ ഓർമ്മ വരുന്നത് നല്ലൊരു കാര്യമാണ്. നിങ്ങൾ ഒരു പാർട്ടിയെ നിരോധിക്കാത്ത ജനാധിപത്യ വിശ്വാസികളാന്ന് പറഞ്ഞതിന്റെ അടുത്ത വാചകത്തിൽ തന്നെ നിങ്ങൾക്ക് അടിയന്തരാവസ്ഥയാണ് ഓർമ്മ വരുന്നത് എന്നുള്ളത് നല്ല ലക്ഷണമാണ്. അങ്ങയുടെ തെറ്റിദ്ധാരണകളെ അങ്ങനെ തിരുത്തി മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന കറുത്ത ദിനരാത്രങ്ങൾ അടിച്ചേൽപ്പിച്ച ജനാധിപത്യ വിരുദ്ധതയുടെ മൂർത്തരൂപമാണ് കോൺഗ്രസ്. ആ കാര്യം നിങ്ങൾ തന്നെ പറയുന്നത്. എനിക്ക് ഒരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് മടങ്ങിയെത്താൻ കൂടുതൽ സമയം എല്ലാ പ്രതിനിധികൾക്ക് നൽകുകയും ചെയ്യാം. ഒരു മിനിറ്റ് വീട്ടിൽ ആർക്കെങ്കിലും നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങളിലടക്കം അത്തരം കാര്യങ്ങളിൽ BJP ഗവൺമെൻറ്റിനോടൊപ്പമാണ് കോൺഗ്രസും കേരളത്തിലും ജയിച്ചു പോയ UDFിൻ്റെ കൂടെയുള്ള 18-അംഗ സംഘമായ MP-മാരും പ്രവർത്തിച്ചിട്ടുള്ളത്. ആ അനുഭവത്തിൽ നിന്നാണ് കേരളം ഇനി ഈ കേരള വിരുദ്ധ സമീപനക്കാരെ അയച്ചുകൂടാ എന്ന നിലപാടിലേക്ക് എത്തിയിട്ടുള്ളത്. കേരളത്തിലാകെ എല്ലാ മണ്ഡലങ്ങളിലും അതിശക്തമായ LDF അനുകൂല തരംഗമാണ് അലയടിച്ചു വരുന്നത്. അത് ഇതിൻ്റെ ഭാഗമാണ്. അതാണ് നമ്മൾ കാണേണ്ടത്. വലിയ സംശയത്തിനിടയില്ലാത്തൊരു കാര്യമാണല്ലോ അത്. നമ്മുടെ രാജ്യത്ത് ED നടത്തുന്ന പ്രവർത്തനങ്ങൾ, CBI നടത്തുന്ന പ്രവർത്തനങ്ങൾ, ഇപ്പോൾ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം നടന്ന പ്രവർത്തനങ്ങൾ, ഇപ്പോഴടുത്ത കാലത്താണെങ്കിൽ ഇൻകം ടാക്സ് നടന്ന പ്രവർത്തനങ്ങൾ എല്ലാം
ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ രാജ്യത്ത് കാര്യങ്ങൾ നീക്കുകയാണ് എന്നത് നമ്മുടെ അനുഭവത്തിലുള്ളതാണല്ലോ. അത് BJP ഇതര പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരെ എത്രമാത്രം കേസുകൾ എടുക്കാൻ പറ്റും, കേസുകൾ എങ്ങനെയെല്ലാം എടുക്കാൻ പറ്റും, അതിലൊരു ഗവേഷണം തന്നെയാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇതിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇത്തരം അന്വേഷണ ഏജൻസികളെ ആകെ. അതുകൊണ്ടാണല്ലോ ചില ഘട്ടങ്ങളിൽ സുപ്രീം കോടതിക്ക് പോലും കടുത്ത ഭാഷയിൽ ഇവരുടെ നടപടികളെ വിമർശിക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു പരസ്യമായ രഹസ്യമാണ് ഇതെല്ലാം ഇവരുടെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ നടക്കുകയാണ്. അത് പൊതുയോഗത്തിലെ സംസാരത്തിൽ കുറച്ചുകൂടി പ്രകടമായി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അതൊരു നിയമപരമായി തീരുമാനിക്കപ്പെടേണ്ട കാര്യമാണ്. അതിലൊരു പ്രധാനമന്ത്രി പറഞ്ഞാൽ പോലും കാര്യങ്ങൾ നിയമപരമായി തീരുമാനിച്ചുകൊണ്ട് മാത്രമേ മറ്റു നടപടികളിലേക്ക് കടക്കാൻ പറ്റൂ. അങ്ങനെ സാധിക്കുമോ? അത് പ്രത്യേകമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ചർച്ച ചെയ്യേണ്ടത് ഞാനല്ല, നിയമപരമായി തീരുമാനിക്കപ്പെടേണ്ട വിഷയമാണ്. അതിനുശേഷം മാത്രമേ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളിലേക്ക് കടക്കാൻ പറ്റൂ. ഏതായാലും ഞാനതിൽ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്, കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപകർക്ക് ഒരാശങ്കയും ഉണ്ടാകേണ്ടതില്ല. ആ നിക്ഷേപം മുഴുവൻ സാധാരണഗതിയിൽ ആവശ്യപ്പെടുമ്പോൾ തിരിച്ചു കൊടുക്കുന്ന നിലയിലേക്ക് തന്നെ എത്തും. അത് കോൺഗ്രസിൻ്റെ ഒരു മോഹമാണ്. കോൺഗ്രസിൻ്റെ കളരിയിലല്ലല്ലോ ഞങ്ങൾ പഠിച്ചത്. ഇപ്പോഴും പ്രാദേശികമായി BJPയുമായി ഡീൽ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണല്ലോ. പ്രൈം ഡിബേറ്റ് തുടരുന്നു. ശ്രീ M. ജയചന്ദ്രൻ, ഈ വാദമൊക്കെ ഉന്നയിക്കുമ്പോഴും ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു കാര്യം, ശ്രീ അനൂപ് ഉൾപ്പെടെ അത് ചൂണ്ടിക്കാണിച്ചു. നേരത്തെ CPM ഈ വെൽഫെയർ പാർട്ടിയുമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ചില ധാരണകൾ ഉണ്ടായിട്ടുണ്ട് എന്ന ആരോപണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരു തവണ എനിക്ക് തോന്നുന്നു ശ്രീ ഹമീദ് വാണിയമ്പലം അധ്യക്ഷനായിരിക്കുന്ന ഒരു ഘട്ടത്തിലാണെന്ന് തോന്നുന്നു. അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു, ഈ കോടിയേരി ബാലകൃഷ്ണനുമായി ഇത് ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട്, തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ചില നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ. അപ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നൊരു നിലപാടാണ് CPMന് എന്ന് പറയുന്നവരെ നമുക്ക് കുറ്റം പറയാൻ കഴിയുമോ ശ്രീ ജയചന്ദ്രൻ? നമ്മളെന്തിനാ കുറ്റം പറയുന്നത്? നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരടക്കം, താങ്കളും അടക്കം എങ്ങനെ സംസാരിക്കണമെന്ന് ആർക്കും നിർദ്ദേശിക്കാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യമുണ്ട് മനു, നമ്മൾ ചർച്ച ചെയ്യുന്നത്, ഇപ്പോൾ ഈ ചർച്ചയിൽ ഈ ഡിബേറ്റിൽ ചെയ്യുന്നത് കണ്ടംപററി പൊളിറ്റിക്സ് ആണ്, കാലിക രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യുന്നത്. അവിടെ ഈ 18ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ വെൽഫെയർ പാർട്ടി ഇന്ന് സ്വീകരിച്ച പരസ്യപ്പെടുത്തിയ ഒരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ചർച്ച നടക്കുന്നത്. ഈ ചർച്ചയിൽ CPM, ഇന്ത്യ സഖ്യത്തിൽ ഉൾപ്പെട്ട കക്ഷിയായ CPM ശിവസേനയുമായി കൂട്ടുകൂടുന്നത് എന്തിനാ? മഹാരാഷ്ട്രയിലെ കാര്യത്തിൽ ചുറ്റിപ്പോവുകയുള്ളൂ മറുപടി പറയാൻ. കാര്യം താങ്കളിനെ ചർച്ചയ്ക്ക് വിളിച്ചത് കേരളത്തിലെ വെൽഫെയർ പാർട്ടി കോൺഗ്രസിന് UDFന് പിന്തുണ പ്രഖ്യാപിച്ചതിനെ കുറിച്ച് ചർച്ച ചെയ്യാനുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ അത് പറയാനാണ് ബാധ്യസ്ഥനായിട്ടുള്ളത് ഇവിടെ. അതിൻ്റെ അകത്ത് പല വിധത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഈ എന്താണ് സംഭവിക്കുന്നത്? വിഷയത്തിൻ്റെ ഫോക്കസ് ബോധപൂർവം മാറ്റിക്കൊണ്ടു പോവുക. അത് ന്യൂക്ലിയസ് എന്താണോ, വിഷയത്തിൻ്റെ ന്യൂക്ലിയസ് എന്താണോ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക. അതാണ് തന്ത്രം. ഞാൻ ഏതായാലും ആ തന്ത്രത്തിൽ വീഴാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് ചർച്ച താങ്കൾ തന്ന വിഷയം തന്നെയാണ് എൻ്റെ ചർച്ചാ വിഷയവും. വെൽഫെയർ പാർട്ടി കോൺഗ്രസിന് പിന്തുണ കൊടുത്തിരിക്കുന്നു. അതെന്തുകൊണ്ട്? ആ വിഷയം അതാണ് ന്യൂക്ലിയസ് എങ്കിൽ, അല്ലെങ്കിൽ താങ്കൾ പറയണം അതൊന്നുമല്ല ന്യൂക്ലിയസ്, നമ്മളെല്ലാം ചർച്ച ചെയ്യും. ഇപ്പം പണ്ടുണ്ടതും പാളയത്തൂറിയതും നാടൻ ഭാഷയിൽ ചൊല്ലുണ്ടല്ലോ, അതടക്കം നമ്മൾ ചർച്ച ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ചർച്ച 1 മണിക്കൂർ ചർച്ചയിലെങ്കിൽ നമുക്കന്നേരം ആലോചിക്കാം. അപ്പോൾ അതേ ഉള്ളൂ അതിൻ്റെ അകത്ത് കാര്യം. പിന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ വെൽഫെയർ പാർട്ടിയുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടുകളല്ലോ ഇവിടെ ചർച്ച ചെയ്യുന്ന ഈ ചർച്ചയിൽ. ഈ ഡിബേറ്റിൽ അതല്ല വിഷയം. ഇവിടെ വിഷയം എന്താണ്? വെൽഫെയർ പാർട്ടി കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്ത് ഇന്ന് പരസ്യമായി അവരുടെ പ്രസ് മീറ്റ് നടത്തിയിരിക്കുന്നു, അവരുടെ പ്രസ് റിലീസ് ഇറക്കിയിരിക്കുന്നു. ഇത് സംബന്ധിച്ചാണ് ചർച്ച. അവിടെ വെൽഫെയർ പാർട്ടിയുടെ നിലപാടുകളല്ലേ ചർച്ച ചെയ്യുന്നത്. വെൽഫെയർ പാർട്ടി എന്താണെന്നോ ജമാഅത്തെ ഇസ്ലാമിയുടെ ഐഡിയോളജി എന്താണെന്നോ പൊതുവായി നമ്മൾ പറഞ്ഞു പോകും. സ്വാഭാവികമായിട്ട് ചർച്ചയിൽ പൊതുവായിട്ടത് പറയുക തന്നെ വേണം. പക്ഷെ അതിനപ്പുറത്തേക്ക് അത് ഡിസ്ക്രിപ്റ്റീവായിട്ട് തന്നെ അനലൈസ് ചെയ്ത് പോകേണ്ട കാര്യം ഈ ചർച്ചയിൽ എന്താണുള്ളത് വെൽഫെയർ പാർട്ടിയുടെ പൊളിറ്റിക്സിനെ സംബന്ധിച്ച്? ഇവിടെ അതല്ല. ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് സഖ്യത്തിൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ കക്ഷിയുടെ അവരുടെ UDFന്റെ സഖ്യത്തിനൊപ്പം ചേർന്ന് നിൽക്കുന്നത് എന്തുകൊണ്ട്?
അത് കോൺഗ്രസിന് എത്രത്തോളം ഗുണമോ ദോഷമോ, ഇതാണ് താങ്കൾ ഉന്നയിച്ച പോയിന്റ്. തുടക്കത്തിൽ തന്നെ ഇൻട്രോ അങ്ങനെ ആയിരുന്നല്ലോ. അതാണല്ലോ ചർച്ചയിൽ വിഷയമായിട്ട് വരേണ്ടത്. ആ വിഷയത്തിന് പകരം മറ്റു പലതും കയറി വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ആ ന്യൂക്ലിയസിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യുക. അത് അങ്ങനെ പോകേണ്ട കാര്യമില്ല. അതല്ലല്ലോ വിഷയം. ഇവിടെ പ്രശ്നം ഇത് തന്നെയാണ്. 20-20 2020 എന്ന് പറഞ്ഞാണ് കോൺഗ്രസ് ഈ ഇലക്ഷനിയറിംഗിൽ പ്രചാരണം തുടങ്ങിയത് തന്നെ. 2020 ആണ്. ആ 2020 ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് തോന്നിയപ്പോഴാണ് ആലപ്പുഴയ്ക്ക് കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലിനെ സ്ഥാനാർത്ഥിയാക്കിയതും അദ്ദേഹം ഇപ്പോൾ മത്സരിക്കുന്നതും. ബാക്കി 19 അപ്പം തന്നെ റെഡിയായിരുന്നു. ഒന്നേ ഉള്ളായിരുന്നു തർക്കം. അതിന് KC വേണുഗോപാലിനെ ഇറക്കി. അല്ല ശ്രീ, ഞാൻ ചോദിക്കട്ടെ, ശ്രീ എം ജയചന്ദ്രൻ, ഈ ന്യൂനപക്ഷങ്ങൾ സ്വാഭാവികമായി UDF-നൊപ്പം നിൽക്കുന്നു എന്ന ഒരു സന്ദേശം അത് നൽകുന്നില്ലേ ഏതെങ്കിലുമൊക്കെ തരത്തിൽ? ഞാൻ അങ്ങനെ സംശയിച്ചു പോവുകയാണ്. എനിക്ക് തെറ്റാണെങ്കിൽ അങ്ങനെ തിരുത്താം. കാരണം SDPI ഒരു വശത്ത് വരുന്നു, വെൽഫെയർ പാർട്ടി വരുന്നു. അപ്പോൾ സ്വാഭാവികമായും ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന സംഘടനകളെല്ലാം അവർ കൂടുതൽ വിശ്വസിക്കുന്നത് UDF-നെയാണ് എന്ന ഒരു സന്ദേശം കിട്ടുമോ കേരളത്തിലെ സാധാരണ വോട്ടർമാർക്ക്? അങ്ങനെയാണോ അത് കാണേണ്ടത്? കേരളത്തിലെ മുസ്ലിം ജനസംഖ്യ 27.2 ആണ് ജനസംഖ്യ ശതമാനം. അതിൽ ഞാൻ വിചാരിക്കുന്നത് ഒരു 15% മുസ്ലിം ലീഗിന് സ്വന്തമാണ്. മുസ്ലിം ലീഗിൻ്റെ വോട്ട് ബാങ്കാണ്. ഒരു 15% ഈ പറഞ്ഞ വോട്ട് ഷെയറിൽ. SDPIക്ക് ഏതാണ്ടൊരു കഷ്ടിച്ച് 1% അടുത്ത് വോട്ട് ഷെയർ അവർക്കുണ്ടാവും. വെൽഫെയർ പാർട്ടിക്ക് കഷ്ടിച്ച് 1.5% വോട്ട് ഷെയർ അവർക്കും ഉണ്ടാവും. അതാണ് കേരളത്തിലെ മുസ്ലിം ജനസാമാന്യത്തിലെ വോട്ട് ഷെയറിൻ്റെ പങ്ക്. പിന്നെ കുറച്ച് കോൺഗ്രസിനുണ്ട്. ഓഫ് കോഴ്സ് കോൺഗ്രസിന് ഷെയർ ഇല്ലാതെ പറയാൻ കഴിയില്ലല്ലോ. കോൺഗ്രസിനും മുസ്ലിം ലീഗിനെ ഒഴിവാക്കിയിട്ടാണ് കോൺഗ്രസിന് ഷെയർ പറയേണ്ടത്. പിന്നീടാണ് LDF-ന് ഇതിൽ നിന്ന് കിട്ടുന്ന ഷെയർ ഒക്കെ ഉള്ളത്. BJP-ക്കാർ വരെ ഇപ്പോൾ പിന്നെ അവരുടെ ദേശീയ വൈസ് പ്രസിഡന്റ് BJP സ്ഥാനാർത്ഥിയല്ല അദ്ദേഹം ഇപ്പോൾ പിന്നെ മുസ്ലിം അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള അബ്ദുൽ സലാം സ്ഥാനാർത്ഥിയല്ലേ മലപ്പുറത്തെ. അത്തരത്തിലുള്ള വോട്ട് ഷെയർ അവർക്കും ഉണ്ടാവാം. എന്നാലും മേജർ ഷെയർ ഗോസ് ടു ലീഗ് തന്നെയാണ്. അപ്പോൾ ആ നിലയ്ക്ക് പിന്നെ ഈ വെൽഫെയർ പാർട്ടിയും SDPIയും വഹിക്കുന്ന പങ്ക് 1.5% വരുമെന്നാണ് പിന്നെ എൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കിയതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു നിഗമനം. അതാണ് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് കോൺഗ്രസിന് വേണോ വേണ്ടയോ എന്നുള്ള ചോദ്യമാണല്ലോ ഇവിടെ ചോദിക്കുന്നത്. അത് SDPIയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നീട് അവരുമായിട്ട് അത് നിലനിർത്തി പോരുന്നുണ്ട് എന്നാണ് മറ്റ് പല കോർണറിൽ നിന്നും കിട്ടുന്ന ഇൻപുട്സ്. അതാണ് വരുന്നത്. താങ്കൾക്കും കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ അവരുടെ പിന്തുണ അവർ പരസ്യമായി അങ്ങോട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് കോൺഗ്രസിൻ്റെ നേതാക്കൾ ഔദ്യോഗികമായി അതിനെക്കുറിച്ച് പറയുന്നതാണ് കോൺഗ്രസ് പ്രതിനിധി ഇവിടെ പറയുന്നത്. അവരാണല്ലോ നേതാക്കളാണല്ലോ പറയേണ്ടത്. പക്ഷേ അദ്ദേഹം അതിനെ തള്ളുന്നുമില്ല. അതാണല്ലോ ശംഖു പറഞ്ഞത്. അദ്ദേഹം അതിനെ തള്ളുന്നുമില്ല എന്ന് പറയുന്നു. വേണ്ട, തള്ളണ്ട. അതാണല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. ആ ചർച്ചാ വിഷയത്തിനെ എന്തിനാണ് മാറ്റി വലിച്ചു കൊണ്ടുപോയിട്ട് മറ്റു സ്ഥലത്തേക്ക് കൊണ്ട് കെട്ടുന്നുള്ള ചോദ്യമേ എനിക്കുള്ളൂ. വളരെ വ്യക്തമാണ്. ശ്രീ ഷംസീർ, സോയിൽ ഇറോഷൻ എന്ന് പറയില്ല നമ്മൾ. ശ്രീ ഷംസീർ ഇബ്രാഹിം, വളരെ നാമമാത്രമായ ഒരു വോട്ട് ശതമാനം ആയിരിക്കാം വെൽഫെയർ പാർട്ടിക്കുള്ളത്. ഒരുപക്ഷെ നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ നാമമാത്രമായ വോട്ട് ശതമാനം ആർക്കൊപ്പം നിൽക്കണം എന്നതിനെ സംബന്ധിച്ച് ഒക്കെ ഉണ്ടാവുകയും ചെയ്യാം. പക്ഷേ അത് സ്വാഭാവികമായും അത് ഇപ്പോൾ SDPI നൽകുന്നു, അത് വേണ്ട എന്ന് പറയുന്നു, വേണം എന്ന് ചില സ്ഥാനാർത്ഥികൾ പറയുന്നു. അങ്ങനെ ഒരു കൃത്യമായൊരു നിലപാട് അവിടെ കാണാൻ കഴിയുന്നില്ല എന്നൊരു ഒരു ആരോപണം നിലനിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു പിന്തുണ പ്രഖ്യാപിച്ചാൽ അത് വേണ്ട എന്ന് പറയുകയോ അല്ലെങ്കിൽ അത് എടുക്കുകയോ ചെയ്യാം. പക്ഷേ വേണ്ട എന്ന് പറയുന്നതിന് അല്ലെങ്കിൽ കൊടുക്കുന്നതിനൊക്കെ മുന്നേ ഈ പാർട്ടിയുമായി ഒരു ആലോചന നടത്തിയിരുന്നോ? എന്തെങ്കിലും തരത്തിൽ ചർച്ചകളോ എന്തെങ്കിലും ഒരു കോൺഗ്രസുമായി നടത്തിയിരുന്നോ? വെൽഫെയർ പാർട്ടി സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയല്ല, ശരിയാണ്. 2011 മാത്രമാണത് ദേശീയ തലത്തിലും കേരളത്തിലൊക്കെ രൂപീകരിക്കപ്പെടുന്നത്. അത് ഓരോ തെരഞ്ഞെടുപ്പുകളിലൂടെ അതിൻ്റെ ഇലക്ട്രൽ പെർഫോമൻസ് മെച്ചപ്പെടുത്തി വരുന്ന ഒരു സോഷ്യൽ ജസ്റ്റിസിനെ ബേസ് ചെയ്തൊരു ഓൾട്ടർനേറ്റീവ് പൊളിറ്റിക്സ് ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നൊരു പാർട്ടിയാണ്. അപ്പോൾ അത് രൂപീകരിച്ചത് മുതൽ ഇവിടുത്തെ ലോക്സഭ, നിയമസഭ, അതേപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ പലയിടങ്ങളിലായി പല രീതികളിൽ കേരളത്തിനകത്തും പുറത്തൊക്കെ ആയിട്ട് മത്സരിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ കൂടെ നമ്മുടെ ജയചന്ദ്രൻ സാർ ഇവിടെ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ നമുക്ക് ഈ 2024 ലോക്സഭാ
തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന കാര്യത്തിൽ നമ്മുടെ ഒരു പൊതുസമൂഹം, നമ്മൾ പല രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ പല അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്കിടയിൽ ഉണ്ടാകുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സംഗതിയാണ്. ഇപ്പം നമ്മൾ കേരളത്തിന് പുറത്തു പോയാൽ, ഉദാഹരണത്തിന് തമിഴ്നാട്ടിലെ ദിണ്ടിഗൽ, ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പോയാൽ വെൽഫെയർ പാർട്ടി അവിടെ തീരുമാനിച്ചിരിക്കുന്നത് CPM വോട്ട് ചെയ്യാനാണ്. കാരണം അവിടെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ്. അതേപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ, ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ അവിടെ CPM, CPI, ഇങ്ങനെ മുസ്ലിം ലീഗ്, കോൺഗ്രസ്, ഇങ്ങനെ ഇന്ത്യ സഖ്യത്തിലെ പല രാഷ്ട്രീയ പാർട്ടികൾ പല സംസ്ഥാനങ്ങളിൽ ധാരണയോടുകൂടി മത്സരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നിർബന്ധമായും നമ്മുടെ ഒരു പൊതുജനത്തിൻ്റെ, സമൂഹത്തിൻ്റെ അങ്ങേയറ്റത്തെ പിന്തുണയോടുകൂടി BJP സംഘപരിവാർ, നേരത്തെ ശങ്കു ടി ദാസ് സംസാരിച്ചപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗം മൊത്തത്തിൽ ഒരു സെൽഫ് ട്രോളായിട്ടാണ് തോന്നിയത്. അദ്ദേഹം ഇങ്ങനെ ഒരു പൂർവ്വകാല, ഒരു ഭൂതകാല, ഒരു സുവർണ്ണ കാലഘട്ടത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് BJPയും സംഘപരിവാർ RSS ഒക്കെ പണിയെടുക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. ആ ഭൂതകാലവും അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ് എന്നുള്ളത് നമ്മുടെ ചരിത്ര വിദ്യാർത്ഥികൾക്കൊക്കെ അറിയാവുന്നൊരു കാര്യമാണ്. പിന്നെ അദ്ദേഹം മതേതരത്വത്തിൻ്റെ എതിർവശത്താണ് ഹിന്ദുത്വ എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം അറിയാതെയോ അറിഞ്ഞോ സൂചിപ്പിക്കേണ്ടത് വളരെ കൃത്യമാണ്. ഇന്ത്യ ഒരു ജനാധിപത്യ മതനിരപേക്ഷ രാജ്യമായി നിലനിർത്താനാണ് ഇവിടുത്തെ ഇന്ത്യ സഖ്യത്തിലെ എല്ലാ പാർട്ടികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ സംഘപരിവാർ RSSും പറയുന്ന ഒരു പൂർവ്വകാല ആ ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഇന്ത്യയിലേക്ക് ഇതിനെ തിരിച്ചു കൊണ്ടുപോകുന്നതിനെ തടയിടാൻ വേണ്ടിയിട്ടുള്ള വളരെ ശക്തമായ സാമൂഹ്യ രാഷ്ട്രീയ പ്രയത്നങ്ങൾ തീർച്ചയായിട്ടും നമുക്കിടയിൽ നടക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ പറഞ്ഞപ്പോൾ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു മുന്നണി എന്ന നിലക്ക് അതിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി കോൺഗ്രസ് കൂടുതൽ സീറ്റുകൾ നേടിക്കൊണ്ട് ലോക്സഭയിൽ ആ പ്രതിപക്ഷ മുന്നണി. അത് മാത്രമല്ല, അദ്ദേഹം ഉന്നയിക്കുന്ന വേറൊരു ശക്തമായ ആരോപണം, നിങ്ങൾ ഇത് ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രമാകാൻ സ്വപ്നം കാണുന്നവരല്ല, മറിച്ച് കുറെ കൂടി മതപരമായ ഒരു രാജ്യം സ്വപ്നം കാണുന്നവരാണ്. അതിന് തടസ്സമായി അവരുടെ ആശയം നിലനിൽക്കുന്നു, അപ്പോൾ അവരെ എതിർക്കുന്നു, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു മതേതരത്വത്തിന്റെ കാവലാളുകൾ എന്നൊരു കുപ്പായം നിങ്ങൾക്കില്ല എന്നാണ് അവർ പറയുന്നത്. ഈ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ചർച്ചയുടെ ന്യൂക്ലിയസ് അതല്ലാത്തതുകൊണ്ട് ഞാൻ നേരത്തെ മറുപടി പറയാം. ഇപ്പോൾ ചോദിച്ചതുകൊണ്ട് പറയാം. 2011 രൂപീകരിക്കപ്പെട്ട വെൽഫെയർ പാർട്ടിയുടെ ഇതപര്യന്തമുള്ള അതിൻ്റെ ഭരണഘടനയടക്കം അതിൻ്റെ പ്രവർത്തനങ്ങളടക്കം അത് കേരളത്തിലും ദേശീയ തലത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്ന എന്ത് തരത്തിലുള്ള സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനങ്ങളാണ് എന്നതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും പൊതുജന സമക്ഷം ലഭ്യമാണ്. ശങ്കു ടി ദാസിനും മാധ്യമപ്രവർത്തകർക്കും ഇവിടുത്തെ ജനസമൂഹങ്ങൾക്ക് അത് ലഭ്യമാണ്. അത് വെച്ചിട്ടാണ് ഇതാരാണ് പറയുന്നത് എന്നതിനെ സംബന്ധിച്ച് നേരത്തെ അനൂപ് വിആർ വളരെ വിശദമായി ഇവിടെ സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ അത് വെച്ചിട്ട് ഇനി നിങ്ങൾ BJPയുടെ RSSൻ്റെ പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുക. അതിൻ്റെ വിശദാംശങ്ങൾ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറയുന്നതിന്, അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ സംസാരം മൊത്തത്തിൽ സ്വയം ഇങ്ങനെ മലർന്നു കിടന്ന് തുപ്പുന്ന വർത്തമാനമാണ് എന്ന് അദ്ദേഹം പറയുന്നത്. ഞങ്ങളുടെ ഇത് ഈ 2011 മുതലുള്ള രൂപീകരിച്ചതിന് ശേഷം 2024 വരെയുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും ഞങ്ങൾ എന്താണ്, ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഞങ്ങളുടെ ഐഡിയോളജി എന്താണ്, ഞങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് സമൂഹ മധ്യേ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്, ഞങ്ങളുടെ ജനപ്രതിനിധികൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്, അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണ്, ഞങ്ങളുടെ തന്നെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എന്താണ്, ഇതൊക്കെ വളരെ ഓപ്പണായിട്ട് ഇവിടെ ലഭ്യമാണ്. അപ്പോൾ വെറുതെ ഒരു 90കളിലും 80കളിലൊക്കെ നമ്മൾ കേട്ടിയ പഴയ എന്തോ ടെക്സ്റ്റ് ബുക്ക് ഇവിടെ നിന്ന് പിന്നെ വിശദീകരിച്ചിട്ട് കാര്യമില്ല. അത് RSSും BJPയും എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഞാൻ പറയാതെ തന്നെ, ഞാനത് വിശദീകരിക്കുന്നില്ല, ഞാൻ പറയാതെ തന്നെ ജനങ്ങൾക്ക് വളരെ കൃത്യമായി ബോധ്യമുള്ള കാര്യമാണ്. ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും ഭീകരമായ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വംശീയ പ്രത്യയശാസ്ത്ര ഉള്ളടക്കമുള്ള രണ്ട് സംഘടനകളാണ് RSSും BJPയും എന്നവർ. അതിനെ ഇന്ത്യയുടെ സാമൂഹിക ഗാത്രത്തിൽ നിന്ന് മാറ്റി നിർത്തണം എന്ന ഒരു തീരുമാനമെടുക്കാണ്ട് വളരെ സുപ്രധാനമായ തെരഞ്ഞെടുപ്പാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ ഇവിടുത്തെ ചെറുതും വലുതുമായിട്ടുള്ള രാഷ്ട്രീയ കക്ഷികൾ ഇന്ത്യയെ ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രമാക്കി നിലനിർത്തണം എന്നാഗ്രഹിക്കുന്ന ഇത്തരത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള രാഷ്ട്രീയ കക്ഷികൾ ഒന്നിച്ചു ചേർന്ന് തീരുമാനമെടുക്കുമ്പോൾ പരാജയ ഭീതിയിൽ നിന്ന് വരുന്ന ഭത്സനങ്ങളായിട്ടാണ് ബഹുമാന്യനായി ശങ്കു ടി ദാസിൻ്റെ സംസാരത്തെ എനിക്ക് അങ്ങനെയാണ് കേൾക്കാൻ കഴിഞ്ഞത്, അദ്ദേഹത്തിൻ്റെ മുഴുവൻ സംസാരം കേട്ട് കഴിഞ്ഞപ്പോൾ. യെസ്, ശ്രീ VR അനൂപ്, ഇതിൽ ഒരു കാര്യം ശ്രീ ശങ്കു ഒക്കെ ഉൾപ്പെടെ ആരോപിക്കുന്നത്, ഇത് ഒരു BJP എതിർക്കുക എന്നുള്ള ഒരു ഒറ്റ അജണ്ടയിലാണ് മൊത്തം കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാണ്. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ഒരു അവിയൽ മുന്നണി പോലെ ഉണ്ടാകുന്നു, ആര് വന്നാലും സ്വീകരിക്കാം, അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല, അതിനപ്പുറത്തേക്ക് ആര് വന്നാലും സ്വീകരിക്കാം, BJPയെ എതിർക്കുക എന്നൊരു നിലപാട്. ഇതിനു മുമ്പ് ഇത് കോൺഗ്രസ് ഇതേപോലെ നേരിട്ടിട്ടുള്ളതാണ്. മുമ്പ് ഉണ്ടായ മുന്നണി ഇത് ഏതർത്ഥത്തിലും കോൺഗ്രസിനെ വലിച്ചു താഴെയിടുക എന്ന തരത്തിലായിരുന്നു ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഇപ്പോൾ അങ്ങനെ അതിൻ്റെ മറുവശത്ത് കോൺഗ്രസ് നിൽക്കുന്നു. അങ്ങനെ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ എന്നതാണ് ഒരു ആരോപണമായി വരുന്നത്. ഏതായാലും പക്ഷേ ഇതിൽ ഒരു നയപരമായ ഒരു
ആശയക്കുഴപ്പം എങ്ങനെയെങ്കിലും ഉണ്ട്, എവിടെയെങ്കിലും ഉണ്ട് എന്ന് സംശയിക്കാൻ എന്തെങ്കിലും ഒരു സാവകാശം അല്ലെങ്കിൽ അതിനൊരു സാധ്യത ആളുകൾ കൊടുക്കില്ലേ? കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ആശയക്കുഴപ്പമില്ല. അത് ആരോപണമൊന്നുമല്ല, യാഥാർത്ഥ്യമാണ്. നിങ്ങൾ പറഞ്ഞ കാര്യം ആരോപണമൊന്നുമല്ല. BJP ഭരണത്തിൽ നിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, ഇന്ത്യയെ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അവർ അവരുടെ രാഷ്ട്രീയപരമായ പലതരത്തിലുള്ള വിയോജിപ്പുകളും മാറ്റിവെച്ച് കോൺഗ്രസ് മുന്നണി വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമല്ലേ? ഞങ്ങൾ എന്തിനത് നിഷേധിക്കണം? അതൊരു യാഥാർത്ഥ്യമാണ്. അത് ഈ രാജ്യത്തിൻ്റെ കേവലമായ കോൺഗ്രസിനോടുള്ള താല്പര്യം എന്നതിന് പുറമെ, എന്നതിലുപരിയായി അത് ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. അദ്ദേഹം അടിയന്തരാവസ്ഥയെക്കുറിച്ചൊക്കെ പറഞ്ഞു. അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ഒരു പ്രൊവിഷനാണ്. അത് ഇന്ദിരാഗാന്ധി നടപ്പിലാക്കിയതിനെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള ആളുകളുണ്ടായിരിക്കും. പക്ഷേ അത് ഒരു ഭരണഘടനാപരമായ പ്രയോഗമാണെങ്കിൽ അത് കോൺഗ്രസ് നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷേ സംഘപരിവാർ ചെയ്യുന്നത് എന്താ? ഈ ഭരണഘടനയെ നോക്കുകുത്തിയായി നിർത്തിക്കൊണ്ട് ഭരണഘടനയെ തന്നെ അട്ടിമറിക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ നടത്തുകയാണ്. ഈ രാജ്യത്ത് അടുത്ത തിരഞ്ഞെടുപ്പിൽ കൂടി അധികാരത്തിൽ വന്നാൽ ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളൊക്കെ അസ്തമിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഹിറ്റ്ലർ ജർമ്മനിയിൽ അധികാരത്തിൽ വന്ന് തിരഞ്ഞെടുപ്പിലൂടെയാണ്. പിന്നീട് ഈ രാജ്യത്ത് തിരഞ്ഞെടുപ്പുണ്ടായിട്ടില്ല. 2 തവണ തുടർച്ചയായി അധികാരത്തിൽ വന്ന മോഡി ഈ രാജ്യത്തിൻ്റെ മുഴുവൻ ഭരണഘടനാ മൂല്യങ്ങളെയും ഈ രാജ്യത്ത് നിന്ന് നിഷ്കാസനം ചെയ്യാനുള്ള വലിയ പ്രയത്നത്തിലാണ്. ആശങ്കയുള്ള ആളുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ആശങ്കയുള്ള എല്ലാ ജനവിഭാഗങ്ങളും കോൺഗ്രസ് പ്രതീക്ഷ അർപ്പിക്കും. ഞാൻ നേരത്തെ CPM-ൻ്റെ സഹയാത്രികനായ ജയചന്ദ്രൻ സാറിനോട് പറഞ്ഞത്, ശിവസേനയുടെ കാര്യം പറഞ്ഞത് എന്താ? സംഘപരിവാറിൻ്റെ പോലും ഭാഗമായിരുന്ന ആളുകൾ, ഹിന്ദുത്വ പരിവാറിൻ്റെ ഭാഗമായിരുന്ന ആളുകൾ, ഇന്നലകളിൽ BJP-യേക്കാൾ രൂക്ഷമായി വർഗീയത പറഞ്ഞിരുന്ന ആളുകൾ, ബോംബെ സ്ഫോടന കേസിൽ പോലും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പോലും ഇന്ന് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ അതിനെ നമ്മളാരും എതിർക്കാത്തത് എന്തുകൊണ്ടാണ്? BJP പുറത്തു കളയണം. അപ്പോൾ വെൽഫെയർ പാർട്ടി പുറമെ നിന്ന് പിന്തുണ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞ് കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കുമ്പോൾ CPM പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുന്നത് എത്രമാത്രം ഈ പറയുന്ന അടിസ്ഥാനരഹിതമാണ്. വെൽഫെയർ പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞ് നാളെ ഈ കോൺഗ്രസ് എങ്ങനെയാണ് പ്രതിസ്ഥാനത്താവുന്നത്? അതൊരു പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിൽ അവർ ചെയ്യുന്നു. വെൽഫെയർ പാർട്ടി തന്നെ അവരുടെ ഈ പറയുന്ന രാഷ്ട്രീയ നയപ്രഖ്യാപനത്തിനകത്ത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. CPM ഉൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണിയെ അവർ പിന്തുണയ്ക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിലെ സാഹചര്യത്തിൽ കോൺഗ്രസും CPM-ഉം പരസ്പരം മത്സരിക്കുന്ന സാഹചര്യത്തിൽ ആര് ചൂസ് ചെയ്യണമെന്ന് പറയുമ്പോൾ അവർ സ്വീകരിക്കുന്ന ഒരു മാനദണ്ഡം എന്താ? അത് വെൽഫെയർ പാർട്ടി സ്വീകരിക്കുന്ന മാനദണ്ഡമല്ല. പല ആളുകളും ഈ രാജ്യത്തെ CPM-ന് പതിവായി വോട്ട് ചെയ്യുന്ന CPM അനുഭാവികളായ ആളുകൾ പോലും ഈ പറയുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെങ്കിൽ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകണം എന്നുള്ള രാഷ്ട്രീയമായ ആഗ്രഹ ചിന്തയുടെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ശ്രീ ശങ്കുട്ടിദാസിലേക്ക് കൂടി ഒന്ന് പോകണം. അദ്ദേഹത്തിന് അല്പം സമയം കൊടുക്കാം. ഇത് ചർച്ച സമയം പൂർത്തിയാകാറായി. ശ്രീ ശങ്കുട്ടിദാസ്, കഴിഞ്ഞ തവണ ഊഴം പോലും തന്നിട്ടില്ല. അങ്ങേക്ക് സംസാരിക്കാം. ഇത് BJP-യെ തകർക്കുക അല്ലെങ്കിൽ BJP-യെ പുറത്താക്കുക എന്നൊരൊറ്റ അജണ്ടയിൽ എല്ലാവരും ഒത്തുചേരുകയാണ്. അത് ഭയങ്കരമായ ആശങ്കയാണ് ആളുകളിൽ ഉണ്ടാക്കുന്നത്. BJP മൂന്നാമതൊരു തവണ അധികാരത്തിൽ വന്നാൽ എന്നാണ് ഭയം. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ വെൽഫെയർ പാർട്ടിയും പിന്തുണ നൽകുന്നത്. അങ്ങനെയാണ് വിശദീകരണം. നോക്കൂ, ഇവരെല്ലാവരും BJP-നെ ഒന്നുമല്ല എതിർക്കുന്നത്. ഇവരെല്ലാവരും എതിർക്കുന്നതിനും ഇവർക്കും ഇടയിൽ നിൽക്കുന്ന ഒരു ശക്തിയാണ് BJP പൂർണ്ണമായിട്ട് ഇല്ലാതായി കഴിഞ്ഞാൽ ഇവരുടെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് ഇവർക്ക് എത്താൻ സാധിക്കുള്ളൂ എന്നുള്ളത് മാത്രമാണ്. ഇവിടെ വെൽഫെയർ പാർട്ടിയുടെ പ്രതിനിധി സംസാരിക്കുന്നതിലെ ഹിപ്പോക്രസിയെ പറ്റിയാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. നോക്കൂ, അവര് BJP എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് പറയുന്നത് മുഴുവൻ RSS-മായി ബന്ധപ്പെട്ടിട്ടാണ്. ഗാന്ധിവധവുമായി ബന്ധപ്പെട്ട്, നിരോധനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നേരെ തിരിച്ച് ഞങ്ങൾ RSS-മായിട്ടുള്ള ബന്ധം നിഷേധിക്കുന്നില്ല. RSS-ന്റെ രാഷ്ട്രീയ പരിവാർ തന്നെയാണ് BJP. RSS-ന്റെ നയവും RSS-ന്റെ ആദർശവും പ്രത്യയശാസ്ത്രവും പേർന്ന പാർട്ടി തന്നെയാണ് BJP. പക്ഷേ ഇവരെ പറ്റി പറയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയം പറയാൻ പാടില്ല. 2011 ഉണ്ടായിട്ടുള്ള വെൽഫെയർ പാർട്ടിയെ അവിടെ നിന്ന് തൊട്ട് അങ്ങോട്ട് വിലയിരുത്തിയാൽ മതി. അങ്ങനെ പറ്റില്ലല്ലോ. ജമാഅത്തെ ഇസ്ലാമിനെ തള്ളി പറയാൻ ഇവർ തയ്യാറുണ്ടോ? മൗലാന മൗദൂദിയെ തള്ളി പറയാൻ ഇവർ തയ്യാറുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയത്തെ തള്ളി പറയാൻ ഇവർ തയ്യാറുണ്ടോ? അതായത് ഞാൻ പറയട്ടെ, കഴിഞ്ഞ തവണ പറയാൻ സാധിച്ചില്ല. 1942 ഉണ്ടാവുന്ന ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ മുദ്രാവാക്യം ഇന്ത്യയെ ഒരു ദാറുൽ ഇസ്ലാമാക്കി മാറ്റുക, ഒരു ലാൻഡ് ഓഫ് ശരിയാക്കി മാറ്റുക,
രാജ്യത്തിന്റെ മോചനം ഇസ്ലാമിലൂടെ എന്നുള്ളതാണ്. ഇവര് രാജ്യം വിഭജിക്കപ്പെട്ട സമയത്ത് ഇവർ പാകിസ്ഥാനിൽ ഒരു ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായി, ബംഗ്ലാദേശിൽ ഒരു ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായി, ഇന്ത്യയിൽ ജമാഅത്തെ ഹിന്ദ് ഉണ്ടായി, കശ്മീരിൽ വേറെ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായി. അവർ കശ്മീരിനെ വേറെ രാജ്യമായിട്ടാണ് കണക്കാക്കിയത്. പാകിസ്ഥാനിൽ ഉണ്ടായിട്ടുള്ള സെക്യുലർ റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാനെ ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കാൻ വേണ്ടി അവിടെ സമരം നടത്തിയിട്ടുള്ള പാരമ്പര്യമാണ് അവിടുത്തെ ജമാഅത്തിനുള്ളത്. ബംഗ്ലാദേശിലെ ജമാഅത്തിനോ അവിടെ ബംഗ്ലാദേശ് ലിബറേഷൻ വാറിന്റെ സമയത്ത് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തതിന്റെ പേരിൽ ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ്, ധാക്ക യൂണിവേഴ്സിറ്റി മർഡേഴ്സ്, ഇങ്ങനെ ഹിന്ദുക്കളെ മതാടിസ്ഥാനത്തിൽ കൂട്ടക്കൊല ചെയ്തതിന്റെ പേരിൽ വിചാരണ നടത്തി ജമാഅത്തെ ഇസ്ലാമിയുടെ ഏറ്റവും പരമോന്നത നേതാക്കളെ വരെ ബംഗ്ലാദേശ് വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ട്. അങ്ങനെ എവിടെയൊക്കെ ശക്തിയും പ്രതാപവും ഉണ്ടോ അവിടെയെല്ലാം മതേതരത്വത്തെ തകർക്കാനും അവിടെ ഇസ്ലാമിക മതാധിപത്യത്തെ സ്ഥാപിക്കാനും ശ്രമിച്ചിട്ടുള്ള, അത് തങ്ങളുടെ മുദ്രാവാക്യമായിട്ട് തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ള, അത് പറഞ്ഞ് പ്രസംഗിച്ചു നടന്ന ആളെ തങ്ങളുടെ താത്വികാചാരനായി പരിഗണിക്കുന്ന ആളുകൾ പറയാണ് ഇന്ത്യയിലെ നമ്മുടെ സമയം അതിക്രമിക്കുന്നു, ഒന്ന് ഉപസംഹരിക്കാം. സമയം അതിക്രമിച്ചത് കൊണ്ടാണ് അങ്ങക്ക് പൂർണ്ണമായി സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ കൂടുതൽ സമയം ഞാൻ നോക്കുമ്പോൾ കിട്ടിയത് അങ്ങക്ക് തന്നെയാണെന്നാണ് ഞാൻ അനൂപിന്റെ പ്രശ്നം BJP RSS മാത്രമാണ്. ജമാഅത്തെ ഇസ്ലാമി അദ്ദേഹത്തിന്റെ പ്രശ്നമല്ല, SDP അദ്ദേഹത്തിന്റെ പ്രശ്നമല്ല, PFI അദ്ദേഹത്തിന്റെ പ്രശ്നമല്ല. അതായത് ഹിന്ദുത്വയെ മാത്രമേ ഇവരെ എതിർക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, ഇസ്ലാമിക വർഗീയതയെ. ഏതായാലും ഈ ചർച്ചയുടെ സമയം അതിക്രമിച്ച് അങ്ങോട്ടേക്ക് കടന്നുപോയത് കൊണ്ടാണ് ഇന്നത്തെ പ്രൈം ഡിബേറ്റ് ഇവിടെ സമാപിക്കുന്നു. വളരെ നന്ദി. എന്നോടൊപ്പം ചേർന്ന അതിഥികൾ ശ്രീ VR അനൂപ്, ഷംസീർ ഇബ്രാഹിം, ശ്രീ M ജയചന്ദ്രൻ, ഒപ്പം തന്നെ BJP പ്രതിനിധി ശങ്കുട്ടി ദാസ്. ഇന്നത്തെ പ്രൈം ഡിബേറ്റ് ഇവിടെ സമാപിക്കും. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.